ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി വീണ്ടും കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ദാവീദ് പാടിയ സങ്കീർത്തനമാണ് 3-ാം സങ്കീർത്തനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറത്തും ശത്രുക്കള്, അകത്തും ശത്രുക്കൾ. ആമേൻ. അകത്തുള്ളവരിൽ നിന്നും സ്വസ്ഥത കിട്ടുന്നില്ല, പുറത്തുള്ളവരിൽ നിന്നും സ്വസ്ഥത കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. ഹല്ലേലൂയ. ആരെങ്കിലുമൊക്കെ അവനെ സഹായിക്കാൻ, ചേർത്ത് നിർത്താനുണ്ടെങ്കിൽ ഒരുപക്ഷെ അവന് മുൻപോട്ട് പോകാനും കഴിയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാം പ്രതികൂലമായി നിൽക്കും. പ്രശ്ന കലുഷിതമായ അന്തരീക്ഷത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം. ഹല്ലേലൂയ. സ്വന്തം മകൻ തനിക്ക് വിരോധമായി നിൽക്കുക, താൻ ഭരിച്ച രാജ്യത്തെ, ജനത്തെ തനിക്ക് വിരോധമാക്കി തിരിച്ചു നിർത്തിയിരിക്കുക. ഹല്ലേലൂയ. അപ്പം അങ്ങനെ വരുമ്പോൾ നിലനിൽപ്പില്ല. ഇനി ദേശം വിട്ട്, നാട് വിട്ട് ഓടണം. അങ്ങനെ ഓടിപ്പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ പാടുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അപ്പം അദ്ദേഹം ദൈവവുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവവുമായിട്ട് എത്ര ആഴമായ ബന്ധമുള്ളവർക്ക് മാത്രമാണ് പ്രശ്നം വരുമ്പോൾ പാടാൻ കഴിയണമെങ്കിൽ. ഹല്ലേലൂയ. ഇന്നത്തെ പാട്ടുകാരെയൊക്കെ നമ്മൾ കാണുമ്പോൾ അവർക്ക് പാട്ട് പാടണമെങ്കിൽ അതിനുള്ള ഒരു അന്തരീക്ഷം വേണം. ഹല്ലേലൂയ. സ്വസ്ഥമായ ഒരു അന്തരീക്ഷം വേണം. വേറെ ശബ്ദ കോലാഹലങ്ങളൊന്നും പാടില്ല. സമാധാനത്തോടു കൂടി ഇരുന്നാലേ അവർക്ക് നന്നായിട്ട് അത് പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിക്കേ, ആമേൻ. തകർന്നു നിൽക്കുമ്പോൾ, സ്വന്തം രാജ്യം നഷ്ടപ്പെടേണ്ടി വന്നു നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, സമാധാനം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവത്തെ പാടി സ്തുതിക്കുക. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയമായിരിക്കും. ഹല്ലേലൂയ. നീ എൻ്റെ തല ഉയർത്തുന്നവനാണ്, നീ എൻ്റെ മഹത്വമാണ്. ഹൃദയം നിറയാൻ തുടങ്ങി, മനസ്സ് നിറയാൻ തുടങ്ങി. മറ്റുള്ളവരെ അല്ലെങ്കിൽ കൊല്ലാനോ അല്ലെങ്കിൽ അവനെ തകർത്ത് കളയാനുള്ള ആ ഒരു മനോഭാവത്തോടെയല്ല പറയുന്നത്. നീ എനിക്ക് ചുറ്റും പരിചയമായി നിൽക്കണം, നീ എൻ്റെ മഹത്വമായിരിക്കണം, നീ എൻ്റെ തല ഉയർത്തണം. ഞാൻ നാണം കെട്ട് അപമാനിക്കപ്പെട്ട് നാട് വിട്ടു പോകാൻ വേണ്ടിയിരിക്കുക, പക്ഷേ നീ എൻ്റെ തലയെ ഉയർത്തി കാണിക്കണം. എൻ്റെ മഹത്വത്തെ ഇതിനെ കഴിഞ്ഞും നീ വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ. ആ പ്രാർത്ഥന ഫലിച്ചു. ആ പ്രാർത്ഥന ശക്തിയോടെ വെളിപ്പെട്ടു വന്നു. അത്ഭുതങ്ങൾ അതിൻ്റെ പിന്നിൽ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു വൈരാഗ്യവുമില്ലാതെ, ഒരു അസ്വസ്ഥതയില്ലാതെ ആത്മനിറവിൽ വിശുദ്ധനായ മനുഷ്യൻ പറയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദാവീദ് യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്. 22-ാം വായിക്കുമ്പോൾ വലിയ പ്രതികൂലങ്ങളെക്കുറിച്ച് അതിലെഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് അനുഭവിക്കേണ്ടി വന്ന വ്യഥയെക്കുറിച്ച് മുൻകൂട്ടി പ്രവചനാത്മാവിൽ അവിടെ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഗെത്സമന തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ, അവസാന സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ കൂടെ 12 എണ്ണത്തിനെ കൊണ്ട് നിർത്തിയിരിക്കും. ഹല്ലേലൂയ. വലിയൊരു ഉദ്യമം പൂർത്തീകരിക്കുന്ന സമയത്തിലേക്ക് അടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം എല്ലാം ചോരാൻ. ഹല്ലേലൂയ. ആ പ്രശ്നത്തെ അവർ ഫേസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വലിയ ഉദ്യമം പൂർത്തീകരിക്കാൻ വേണ്ടി അതിനോട് അടുക്കുമ്പോഴത്തേനും ഒരു വല്ലാത്തൊരവസ്ഥയാണത്. ആമേൻ. കൂടെ നിർത്തി കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം 12 കിടന്നുറങ്ങുക. ഹല്ലേലൂയ, ആമേൻ. ഈ പ്രശ്നം നേരിടേണ്ടത് കർത്താവ് മാത്രം. അവിടെ വേറെ ആൾക്കാരുടെ ആവശ്യകതയില്ല. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണം എന്നുള്ളത് ദൈവഹിതമാണ്.
ഹല്ലേലൂയ. ദൈവഹിതമാണ്. അവരുറങ്ങിപ്പോയതും ദൈവഹിതമാണ്. ഹല്ലേലൂയ. ആമേൻ. ആ വലിയ ദൗത്യം ഏറ്റെടുക്കാൻ നേരത്ത് 12 പേരില്ലായിരുന്നു, ഒറ്റയ്ക്കായി എടുത്തത്. ഹല്ലേലൂയ. ആ ഒറ്റയ്ക്കെടുത്ത ദൗത്യം പൂർത്തീകരിക്കേണ്ടതും ഒറ്റയ്ക്ക് തന്നെ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, കർത്താവ് പരസ്യമായി അവരുടെ ആലയത്തിൽ പോയതാണ്, അവരോട് സംവാദിച്ചതാണ്, അവരെ വെല്ലുവിളിച്ചതാ. തൊടാൻ പറ്റിയോ? ഹല്ലേലൂയ. ആർക്കും തൊട്ടു നോക്കാൻ പോലും യേശുവിനെ കിട്ടിയില്ല. ഉദ്യമം പൂർത്തീകരിക്കാൻ വേണ്ടി അതിനെ പറഞ്ഞ് ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ മാത്രമാണ് പടയാളികൾ വന്ന് തന്നെ ബന്ധിച്ചത്. ആമേൻ. ഹല്ലേലൂയ. സാധാരണയാളല്ലായിരുന്നു. അങ്ങനെ ആ ഉദ്യമത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പരിപൂർണമായി സബ്മിഷൻ അല്ലെങ്കിൽ പരിപൂർണമായി സബ്മിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഇനി അതിനു വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ആർക്ക് വേണ്ടിയാ? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വലിയ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കർത്താവ് തന്നെ സമർപ്പിച്ചു കൊടുക്കുകയാണ്. കഴിവില്ലാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഗതികേടല്ല. പീലാത്തോസിൻ്റെ കോർട്ടിൽ നിൽക്കുമ്പോൾ, പീലാത്തോസിൻ്റെ കോടതി മുറിക്കിൽ ഉള്ളിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ വിശ്വസിക്കത്തില്ല. ഇപ്പോഴെൻ്റെ പിതാവിനോട് പറഞ്ഞാൽ 12 ലഗ്യോനിലധികം ദൂതന്മാരെ എന്നെ സംരക്ഷണ ചെയ്യാൻ വേണ്ടി ഇവിടെ അയച്ചു തരും. പക്ഷേ ഞാൻ ഈ ഏറ്റെടുക്കുന്ന ദൗത്യം എനിക്ക് വേണ്ടിയല്ല. ഹല്ലേലൂയ. ആമേൻ. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. വേദനയെല്ലാം പുഞ്ചിരിയോടുകൂടെ അവൻ ഏറ്റെടുത്തു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? പുറകിൽ വലിയൊരു സന്തോഷം. നിങ്ങളെ ഓർത്ത്, എന്നെ ഓർത്ത് ഉണ്ടായ സന്തോഷം നിമിത്തം കർത്താവിന് വേദനിച്ചില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. 39 അടി, 1 കുറയെ 40 അടി, 39 അടി ഗബഥയുടെ കൽത്തളത്തിൽ അവൻ്റെ പുറത്ത് ചാട്ടവാറുകൾ കൊണ്ട് അടിച്ചേൽപ്പിക്കുമ്പോൾ, മാംസ കഷ്ണങ്ങളെല്ലാം ചിതറിത്തെറിക്കുമ്പോഴും കർത്താവിന് വേദന ഉണ്ടായില്ല. എന്താണെന്നറിയാമോ? തന്നിലൂടെ അനേക പുത്രന്മാര് പുറപ്പെട്ടു വരുന്നത് അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളെ ഓർത്ത് കർത്താവിന് സന്തോഷമുണ്ടായി. നിങ്ങളായിരുന്നു കർത്താവിൻ്റെ സന്തോഷം. ക്രൂശ് വഹിക്കാനുള്ള പ്രേരക ശക്തി ഞാനും നിങ്ങളുമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. സാധാരണ ആരോഗ്യമുള്ള ഒരു മനുഷ്യന് എടുക്കാൻ കഴിയാത്ത പച്ച പൈൻമര കുരിശ് കർത്താവിന് വഹിക്കാൻ കഴിഞ്ഞില്ല. മാനവ സമൂഹത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. കുരിശിൽ കടക്കുമ്പോഴും ഞാനും നിങ്ങളും അവനിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അവനിൽ, ക്രിസ്തുവിൽ നിങ്ങൾ മറഞ്ഞിരിക്കുകയായിരുന്നു. നമ്മളേൽക്കേണ്ട അടികളെല്ലാം, നമ്മളേൽക്കേണ്ട മുറിവുകളെല്ലാം നമുക്ക് വേണ്ടി പകരമായി അവൻ ഏറ്റെടുത്തത്. ഹല്ലേലൂയ. പകരമായി മുഴുവനും എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഏറ്റെടുത്തെങ്കിൽ ഈ ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെ ഭൂരിപക്ഷം പേരും മരണം കൊണ്ട് കർത്താവിനെ, ഹല്ലേലൂയ, അവർ മരണം കൊണ്ട്, ഹല്ലേലൂയ, കർത്താവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി കാണിച്ചു. തിളച്ച എണ്ണയ്ക്കകത്തിടുമ്പോഴും, ഹല്ലേലൂയ, കുരിശിൽ തലകീഴായി അടിക്കുമ്പോഴും ഒന്നും അവർക്ക് വേദനയെടുത്തില്ല. കർത്താവിനുള്ള ഇഷ്ടം അധികമായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒന്നും നിന്നെ വേദനിപ്പിക്കാൻ പാടില്ല. കർത്താവിനുള്ള സ്നേഹം ആഴമായി നിന്നിൽ പതിയട്ടെ. കഷ്ടതയ്ക്കോ നഗ്നതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ ആപത്തിനോ വാളിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ കർത്തൃത്വങ്ങൾക്കോ, ഹല്ലേലൂയ, ഈ ലോകത്തിനോ വരുവാനുള്ള ലോകത്തിനോ ഒന്നിനും അത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാത്മബന്ധം കർത്താവുമായിട്ട് നിങ്ങൾക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഈ തിരുമേശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും.
എല്ലാ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും. ഇതിലേക്ക് കൈനീട്ടുന്ന എല്ലാവരെയും ആശീർവദിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിലേക്ക് ചൊരിയണം യേശുവിൻ നാമത്തിൽ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ മാത്രം നിൽക്കുക, ബാക്കിയുള്ളവർക്ക് ഇരിക്കാം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി. ഈ അപ്പത്തിന് വേണ്ടി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. ഇത് കഴിക്കുമ്പോഴൊക്കെയും എൻ്റെ മരണത്തെ ഓർക്കുവിൻ. പലരായിരിക്കുന്ന നാം ക്രിസ്തുവിൽ ഒന്നാകുവാൻ ക്രിസ്തുവിൻ്റെ തിരുശരീരം നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടു. വിശ്വാസത്തോടെ വിശുദ്ധിയോടെ ഇതിലേക്ക് നമുക്ക് പങ്കാളികളായിത്തീരാം. അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചെയ്തു. പാനപാത്രത്തിനായി സ്തോത്രം ചെയ്താട്ടെ. ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. ഇത് ഭുജിക്കുമ്പോഴൊക്കെയും എൻ്റെ മരണത്തെ ഓർക്കുവിൻ. കർത്താവിൻ്റെ രക്തത്താൽ നമുക്ക് വിശുദ്ധീകരണവും നീതീകരണവും ലഭിച്ചു. വിശ്വാസത്തോടെ വിശുദ്ധിയോടെ നമുക്ക് ഇതിലേക്ക് കൈ നീട്ടാം. മേശമേൽ അപ്പവീഞ്ഞുകൾ ശേഷിക്കുന്നു. രണ്ട് കാര്യം വിളിച്ചറിയിക്കുന്നു. കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. നമ്മളെപ്പോലെ അനേക സഹോദരി സഹോദരന്മാർ ഇതിലേക്ക് പങ്കാളികളായി ചേർന്ന് വരുവാനുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശുശ്രൂഷ അനുഗ്രഹിച്ചതിന് നന്ദി പറയും. ഇനിയും അനേകരിതിലേക്ക് ഭാഗവാക്കുകളാകുവാനുണ്ട്. അവരെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ. തുടർന്ന് സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ തമ്മിലും വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്യാം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ കരം ഉയർത്തി ദൈവത്തിന് സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് അമ്മേ, നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ള സമയമാണ്. എല്ലാവരും സ്വോത്ര കാഴ്ച കരങ്ങളെടുത്ത് ഉയർത്തിപ്പിടിച്ചാട്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ദശാംശം സ്വോത്ര വഴിപാട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഉയർത്തപ്പെട്ട സ്വോത്ര വഴിപാടിനായി സ്തോത്രം. ദൈവനെ അനുഗ്രഹിക്കണം. 100 മടങ്ങ് ദൈവം പ്രതിഫലം കൊടുത്തു മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ. സാമ്പത്തിക വഴികളെ സ്വർഗം തുറക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ സ്വർഗം അനുഗ്രഹിക്കും, മാനിക്കും. വലിയ ദൈവപ്രവൃത്തി ഇവരുടെ മേൽ വെളിപ്പെടും. കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ജീസസ്. Hallelujah. Praise the Lord. Hallelujah. Jesus. Hallelujah. കർത്താവിൻ്റെ കൃപ ഇന്ന് പകരം നമ്മുടെ മേലെ ശക്തിയോടെ നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾക്കകത്തും പ്രതിസന്ധിക്കകത്തും പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ഭയങ്കരമായിട്ട് അനുഭവിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ കയറി വന്നപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ദൈവം എല്ലാം കഴിഞ്ഞു, എല്ലാം തീർന്നു. ഞാൻ ആ പ്രശ്നത്തെ ചുമക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഈ പ്രശ്നം നമ്മുടെ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് മണിക്കൂറുകൾ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും. പിന്നെ നിരാശപ്പെടും. അതേപോലെ ഫുഡ് കഴിക്കാൻ തോന്നില്ല. പിന്നെ കഴിയുമ്പോൾ ആ പ്രശ്നത്തെ എങ്ങനെയൊക്കെയായിരുന്നു തുടങ്ങിയത്, എങ്ങനെയൊക്കെയായിരുന്നു, ഇതൊക്കെ ഞാൻ തലക്കകത്ത് വെച്ചുകൊണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ ആത്മാവ് പെട്ടെന്ന് എൻ്റെ അകത്ത് തന്നു. 2-3 കാര്യങ്ങൾ എൻ്റെ അകത്ത് തന്നത് ഇങ്ങനെയാണ്. പ്രശ്നമുള്ളവരെല്ലാം ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നമ്മളങ്ങനെ വലിയ പ്രശ്നങ്ങൾ പോകുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രശ്നം വലുതായിട്ട് കാണുമ്പോഴാണ് നമുക്കത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് തോന്നുന്നത്. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രശ്നമല്ല വലുത്, നമ്മളാ വലുതെന്നുള്ളത് തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൽ ഒത്തിരി കല്ലറകളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ടൂറിസം പോകുന്ന ഒരു കല്ലറയുണ്ട്, യേശുവിന്റെ കല്ലറ. അവിടെ പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല. അവിടെ പ്രത്യേകിച്ച് വലിയ ജുവലുള്ള മാർബിളുകളൊന്നും അല്ല നിർമ്മിച്ചത്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയാം, ഒരു വലിയവൻ അതിനകത്ത് കയറി എന്നാണ്. അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. കല്ലറയുടെ വലിപ്പമോ കല്ലറയുടെ ക്വാളിറ്റിയോ അല്ല. പക്ഷെ ഒരാൾ അതിനകത്ത് കയറി. ഹല്ലേലൂയ. നിന്നെ കയറ്റാൻ പറ്റിയ പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നത്തെക്കാൾ വലുത് നീ നോക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ അവരുടെ അകത്തെ ആത്മാവ് തിളച്ചിട്ടൊരു സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. നിന്റെ വീടിനകത്ത് ഈ ബുദ്ധിമുട്ട് വന്നതെങ്കിൽ, നിന്റെ അവൻ സഹോദരിക്ക് ഈ ബുദ്ധിമുട്ട് വന്നെങ്കിൽ നീ ഓർത്തോണം, അതിനും വലിയ പുള്ളിയാണ് നീ. ഹല്ലേലൂയ. ഒറ്റവരോട് പറഞ്ഞോളൂ, ഞാൻ മരണത്തെ ജയിച്ചു പുറത്തു വരും, എന്നാ പിന്നെ അവന്റെ കല്ലറ കാണാനാണ്. ഹല്ലേലൂയ. ചിലര് പറയും, ഞാൻ മരിക്കാൻ വേണ്ടി പോവാ, ഏറ്റവും മനോഹര കല്ലറ ഉണ്ടായി നടക്കാൻ എല്ലാവർക്കും മരണമല്ലോ. അവരുടെ കല്ലറ എന്നും ശൂന്യമായിട്ട് കിടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു മോള് വിളിച്ച് പറഞ്ഞതാ, എൻ്റെ അപ്പൻ എൻ്റെ വസ്തു വിറ്റിട്ട് ഇത്ര രൂപ ബാങ്കിലില്ല. എന്തിനാണെന്നറിയാം, പുള്ളിക്ക് നല്ലൊരു അടക്കം കിട്ടാൻ വേണ്ടി. ബാക്കി പൈസ പുള്ളി ദൂരത്തടിക്കാൻ പോകും. ഹല്ലേലൂയ. ഞാൻ അവളെ നോക്കി, ആത്മാവിൽ ഇങ്ങനെ പറഞ്ഞത്. ഹല്ലേലൂയ. പുള്ളി വിറ്റാലും നീ അതിന്റെ ഇരട്ടി നീ പോയി. ഹല്ലേലൂയ. നമ്മളെ നോക്കി പിശാച് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും വലിയൊരു പ്ലാൻ സ്വർഗം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ പ്ലാനിനകത്ത് ഒതുങ്ങുന്നവനല്ല നീ, ഈ പ്ലാനിനെക്കാളും വലിയവനാണ് നിന്നെ സൃഷ്ടിച്ചവൻ. ഇന്ന് പകൽ ഹല്ലേലൂയ വെയിറ്റ് ചെയ്യുന്ന, ലോങ് ഇയറായി വെയിറ്റ് ചെയ്തിരിക്കുന്ന ചില വെയിറ്റിംഗ് പീരീഡുകളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നിന്ന് പ്രവചിക്കാൻ എനിക്ക് ഇഷ്ടം.
സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. നിന്റെ മഹത്വമേറിയ സാന്നിധ്യം ഇന്ന് പകലിൽ ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് നന്ദി പറയുന്നപ്പാ. പ്രഭാതം മുതൽ ഈ നിമിഷം വരെയും ദൈവം ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളുടെ യാത്രയിൽ കൂടിയിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ മക്കൾക്കായി സ്തോത്രം. സ്വർഗം എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കേണ്ടതിനായി വലിയ ദൈവപ്രവൃത്തി കർത്താവേ നിന്റെ മക്കളുടെ മേൽ വെളിപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ സ്വർഗം അനുഗ്രഹിക്കണമേ. ഓൺലൈനിൽ കാണുന്നവരെ ദൈവം മാനിക്കേണ്ടതിനായി, വിടുവിക്കേണ്ടതിനായി, അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം ഈ ജനത്തിന് മേലെല്ലാം വെളിപ്പെടുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവം മാനിക്കണമേ. വചനത്തിൻ്റെ വാതിലുകളെ ദൈവം തുറക്കണമേ. ഇന്ന് പകലിലും ഈ ജനത്തോട് ദൈവം സംസാരിക്കണം. വലിയ ദൈവപ്രവൃത്തി ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടണം. ഒരത്ഭുതങ്ങളുടെ പകലാക്കി പരിശുദ്ധാത്മാവാം ദൈവം ഞങ്ങളെ അവൻ ഇന്ന് ഈ പകലിനെ മാറ്റുന്നതിനായി സ്തോത്രം. നിന്റെ മഹത്വം വെളിപ്പെടും. സ്വർഗം അത്ഭുതം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകലിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തിനുമായി ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സർവശക്തനായ ദൈവം ഇന്ന് പകലിലും അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ ഇന്ന് വരാതെ ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്, വിവിധ കാരണത്താൽ വരാത്തവരുണ്ട്, വീടിൻ്റെ മെയിൻ്റനൻസ് പണി നടത്തുന്നവരുണ്ട്. അവൻ അതുകൊണ്ട് വരത്തില്ലെന്ന് പറഞ്ഞവരുണ്ട്. അമേൻ. പിന്നെ ഒന്നരാടൻ ആഴ്ചകളിൽ ആരാധനയ്ക്ക് വരുന്നവരുണ്ട്. അവർക്കുമായി ദൈവത്തിന് സ്തോത്രം. അമേൻ. നമ്മൾ കഴിയുമെങ്കിൽ സഭായോഗം നമ്മൾ എന്ത് ചെയ്യരുത്, അലക്ഷ്യമാക്കരുത്. സഭായോഗം അലക്ഷ്യം എന്ത് ചെയ്യരുത്, ആക്കരുതെന്ന വചനം പറഞ്ഞു. സഭായോഗം ഉപേക്ഷിക്കരുത്. സഭായോഗം ചെയ്യരുത്, ഉപേക്ഷിക്കരുത്. ഉപേക്ഷയായി വിചാരിക്കാന്ന് ഞാൻ വേണമെങ്കിൽ മതി, വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുഴപ്പമില്ല. ഉപേക്ഷിക്കരുതെന്ന വചനം പറയുന്നത്. അപ്പോൾ സഭായോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. ഈ ഞായറാഴ്ച സഭായോഗം മുടക്കിയ ജോലിക്ക് പോകുന്നവരുണ്ട്. അതുകൊണ്ടൊന്നും ഒരു ഫലവും എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകത്തില്ല. നീ 6 ദിവസം വേല ചെയ്ത് 7-ാം ദിവസം സ്വസ്ഥമായിട്ടിരുന്ന് എന്ത് ചെയ്യണം, ദൈവത്തെ ആരാധിക്കണമെന്ന് പാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നതല്ല, തിരുവചനം പറയുന്നത്. ഹല്ലേലൂയ. സ്വസ്ഥമായി എന്ത് ചെയ്യണം. ഞാൻ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ആരാധന മുടക്കുന്നവരെ. ഒരു വേറിട്ടൊരു കാഴ്ച കാണാൻ പറ്റും. ഒരു മടിയും കൂടാതെ, ഒരു മടിയും കൂടാതെ ആരാധന എന്ത് ചെയ്യും, മുടക്കുന്നവരുണ്ട്. നമ്മൾ ഈ ബാങ്കിലൊക്കെ EMI അല്ല, നമ്മൾ ഈ EMI മുടങ്ങിയാൽ എന്ത് ചെയ്യും, നമ്മുടെ സ്കോർ എന്ത് ചെയ്യും, കുറയും. ഈ സ്കോർ നോക്കി ആ ദൈവം വല്ലതും പ്രവർത്തിക്കുന്നതെങ്കിൽ എന്ത് ചെയ്തേനെ, ഇവിടെയുള്ളതെല്ലാം പെട്ടുപോയത്. പക്ഷെ ദൈവം മനസ്സലിവുള്ള ദൈവമായതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു, അവൻ കരുണയുള്ള ദൈവമായതുകൊണ്ട് അവനെല്ലാം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം കണ്ടു, ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഞായറാഴ്ച വരാതിരുന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എനിക്ക് ഞായറാഴ്ചകളിൽ മറ്റ് സ്ഥലങ്ങളിൽ, രാജസ്ഥാനിലും ജയ്പൂരിലും ഒക്കെ എത്തിയിട്ടുണ്ട്. മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ട്. ഞാൻ മനഃപൂർവ്വമായി എന്ത് ചെയ്തിട്ടില്ല. നമ്മളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ട് എന്ത് ചെയ്യും, അതിട്ടിട്ട് പോകാൻ വേണമെങ്കിൽ പോകാം, മനസ്സ് പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. കാരണം എനിക്ക് എൻ്റെ ദൈവം മുൻപാകെ എന്നെ ഏൽപ്പിച്ചതിനകത്ത് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. ഇതുപോലെ തന്നെ ഓരോ വിശ്വാസികൾക്കും എന്തുണ്ട്. ഇത് ഞാൻ ഈ ലൈവ് ഓഫ് ചെയ്തിട്ട് പറയണമെന്ന് ഓർത്ത് പിന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞു, വേണ്ട, ഓഫ് ചെയ്യേണ്ട. കാരണം എന്ത് ചെയ്യും, ഇത് ആരാധനയ്ക്ക് വരാതെ വീട്ടിൽ ഇരുന്ന് കാണുന്നവരുണ്ട്, ഇതെന്നാ പറയുന്നത് അറിയാൻ വേണ്ടി. അപ്പോൾ ലൈവ് ഓഫ് ചെയ്യുമ്പോൾ അവരുടെ നെഞ്ചിനകത്തൊരു പെട്ടെന്നൊരു എന്ത് ചെയ്യും, ഇടിപ്പുണ്ടാകും. അല്ലേ? എന്തോ പറയാനാണെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവരോട് കേൾക്കാൻ വേണ്ടി പറയാം. എനിക്കിങ്ങനെ പറയുന്നതിനകത്ത് ഒറ്റ മടിയില്ല. പറഞ്ഞില്ലെങ്കിലാ കർത്താവ് നമ്മളോട് നിരോധിക്കുന്നത്.
ഞാൻ ലൈവ് ഓഫ് ചെയ്തിട്ട് പറയണമെന്ന് പറഞ്ഞത്. ആരാധന എന്ത് ചെയ്തത്? മുടക്കരുത്. ദൈവം 6 ദിവസം തന്നിട്ടുണ്ട്. വീടിന്റെ മെയിൻ്റെനൻസ് പണിയാണ് വേറെ എത്ര ദിവസമുണ്ട്? എവിടെയെങ്കിലും യാത്ര പോകാനാണ് എത്ര ദിവസമുണ്ട്? ജോലി കളഞ്ഞിട്ട് എന്ത് ചെയ്തില്ല? ഒരു പരിപാടിയും ഇല്ല. ഞാനും ആദ്യമൊക്കെ വിശ്വാസം വന്ന സമയത്തൊക്കെ ഒത്തിരിയൊക്കെ ഞാനും ഇങ്ങനെ പോയിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുള്ളതല്ലാതെ ഒരു ഫലവും ഉണ്ടായിട്ടില്ല. നീ അല്പത്തിൽ വിശ്വസ്തനായാൽ ദൈവം നിന്നെ അധികത്തിൽ വിചാരകനാക്കും. നിന്നെ ഏൽപ്പിച്ചതിനകത്ത്. ആമേൻ. ഞാൻ പറയാം, നമ്മൾ ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നേരിടുന്നുണ്ട്. ഒത്തിരി പേര് പറയുന്ന വാക്കുകളും കാര്യങ്ങളും എല്ലാം ഞാൻ എന്ത് ചെയ്യണം? അറിയുന്നുകൊണ്ട്, കേൾക്കുന്നുകൊണ്ട്, എന്നെ എല്ലാം ഒത്തിരി പേരും വിളിച്ച് പറയുന്നുമുണ്ട്. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാര്യമാക്കുന്നില്ല. കാരണം എനിക്ക് ഇതിൻ്റെ പുറകെ പോകാനൊന്നും നേരം ഇല്ല. ഇതിൻ്റെ പുറകെ പോയി മറുപടി പറഞ്ഞ് നമ്മുടെ സമയം കളയാനും നമുക്ക് നേരമില്ല. ദൈവം ഏൽപ്പിച്ചത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് വന്നവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിങ്ങളെ ദൈവം എന്ത് ചെയ്യും? ധാരാളമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഒന്നരാടനാഴ്ചയിൽ വരുന്നവരുമുണ്ട്. അവരുടെ കാര്യം പോട്ടെ, വിടുക, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ആമേൻ. അതൊന്നുമല്ല, നമുക്ക് ദൈവവുമായിട്ടൊരു അടുത്ത ബന്ധമുണ്ടെങ്കിൽ ആരാധന മുടക്കാൻ നമുക്ക് തോന്നത്തില്ല. പിന്നെ ഇപ്പം നൂതന ആൾക്കാരായതുകൊണ്ട് എന്ത് ചെയ്യും? കൃപായുഗത്തിൽ ജീവിക്കുന്നതുകൊണ്ട് അവർക്കിതൊന്നും വലിയ പ്രശ്നമുള്ളൂ. എന്താ, അവർക്കിതൊന്നും ഒരു ആരാധന മുടക്കിയാലും വലിയ വിഷയമല്ല. എന്ന് പറഞ്ഞാൽ അവരുടെ തിയറി ഇതാണ്: കൃപയെന്ന് വീണാൽ കൃപയെ തന്നെ കിടക്കും എന്നുള്ളത്. ദൈവവചനം എന്താ പറയുന്നത് അത് നമ്മൾ അനുസരിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ മധ്യത്തിൽ പ്രസംഗിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് ഒരുക്കം ആളൊത്തിരി പേര് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് പ്രസംഗിക്കാൻ എനിക്ക് വലിയ സന്തോഷം. ഹല്ലേലൂയ. ഇതിനകത്ത് പ്രസംഗിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സന്തോഷമുണ്ടാകുന്നത്. ഹല്ലേലൂയ. ഇന്നൊരു ആമേൻ ദൂത് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങളുമായി പങ്കുവെച്ച് വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു ശരണപ്പെടുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യം വേഗത്തിലാണ് വായിച്ചത്. ചേർന്ന് ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും എന്ത് ചെയ്യുക? ഉപജീവനം കഴിച്ചുകൊള്ളുക എന്നെന്ത് ചെയ്തു? പ്രവാചകനായി ഏലീശ എന്ത് ചെയ്തു? പ്രവാചകന്റെ ശിഷ്യന്റെ ഭാര്യയോട് പറഞ്ഞു. നമുക്കെല്ലാവർക്കും ഈ ഭാഗം വളരെ സുപരിചിതമായൊരു ഭാഗമാണ്. ഈ അധ്യായത്തിനകത്ത് 5 അത്ഭുതങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിവരിച്ചിരിക്കുന്നുണ്ട്. ആമേൻ. ഒന്നാമത്തതാണ് ഈ വിധവയുടെ ആമേൻ എന്ത് ചെയ്യുക? കടഭാരത്തെ മാറ്റുന്ന ഒരു അത്ഭുതത്തെ ആമേൻ പ്രവാചകനിലൂടെ ദൈവം അവിടെ ചെയ്യിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യ ഏലീശ പ്രവാചകന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് എന്ത് ചെയ്തു? മരിച്ചുപോയി. കടക്കാരൻ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ ഭാവിക്കുന്നു. അതുകൊണ്ട് കടം വീട്ടാനുള്ള മാർഗം എന്ത് ചെയ്യണം? എനിക്ക് ആമേൻ തുറന്നു തരണം. ന്യായപ്രമാണത്തിനകത്ത് ആമേൻ എന്ത് ചെയ്യുക? ഒരു ന്യായപ്രമാണം ആമേൻ ഒരു നിയമം
നിയമമുണ്ട്. അവൻ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ മക്കളെ അടിമയായിട്ട് പിടിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്തൊരു നിയമമായിരുന്നു. ആ പണത്തിന് പകരമായിട്ട് മക്കളെ അവർക്ക് കൊടുക്കണം. മക്കളെ അടിമയായിട്ട് വിട്ടുകൊടുക്കുക എന്നുള്ളത് അന്നത്തെ കാലത്തെ ഒരു നിയമമായിരുന്നു. പക്ഷേ ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി. ഇനി മക്കളും നഷ്ടപ്പെട്ടു പോകണമെന്നുള്ള ഒരു ചിന്തയും ആ വീട്ടിനകത്തെ കടഭാരം അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാം തകർന്നവളായിട്ട് നിന്നുകൊണ്ട് അവൾ ഓടിച്ചെന്ന് എന്ത് ചെയ്തു? ഏലീശ പ്രവാചകന്റെ അടുത്ത് ചെന്നു. അന്നത്തെ പ്രവാചകന്റെ അടുത്ത് ചെല്ലുക എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്നതിന് തുല്യമാണ് അന്നത്തെ പ്രവാചകൻ. ഇന്നത്തെ കാര്യമല്ല കേട്ടോ, അന്നത്തെ കാര്യമാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് ഒരു പ്രവാചകന്റെ അടുക്കൽ ഓടിച്ചെല്ലുക എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ അടുക്കൽ ഓടിച്ചെല്ലുന്നതിന് തുല്യമായിരുന്നു. ഏലീശ പ്രവാചകന്റെ അടുക്കൽ ചെന്നിട്ട് അവൾ പറഞ്ഞു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, കടക്കാർ വന്ന മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ ഭാവിക്കുന്നു, അതുകൊണ്ട് കടം വീട്ടാനുള്ള മാർഗം എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി തുറന്നു തരണം. പ്രവാചകൻ അവളോട് ചോദിച്ചു, വിധവയായ സ്ത്രീയാണ്, അവളോട് ചോദിച്ചു, നിന്റെ വീടിനകത്ത് നിനക്ക് എന്തുണ്ട്? അവൾ പറഞ്ഞു, ഒരു പാത്രം എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല, എൻ്റെ വീടിനകത്ത് ഒന്നുമില്ല. വിധവയുടെ വീടിനകത്ത് ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നും എന്ത് ചെയ്യില്ല, അവളുടെ വീടിനകത്ത് ഒന്നുമില്ല. എന്നാൽ എന്ത് ചെയ്യാ? ഒരു കാര്യം നോക്കിയേ, പ്രവാചകൻ പറഞ്ഞു, നീ വെറും പാത്രങ്ങൾ വായ്പ മേടിച്ചിട്ട് നിന്റെ വീടിനകത്തിരിക്കുന്ന ആ എണ്ണയുണ്ടല്ലോ അത് പകരുക. അവൾ വെറും പാത്രങ്ങൾ, പ്രവാചകന്റെ വാക്ക് കേട്ടിട്ട് എന്ത് ചെയ്തു? വെറും പാത്രങ്ങൾ വായ്പ മേടിച്ചു, വീടിനകത്ത് കയറി വാതിലടച്ചിട്ട് എന്ത് ചെയ്തു? പാത്രങ്ങൾക്കകത്തെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? എണ്ണ പകരാൻ തുടങ്ങി. ആ ചെറിയ ബോട്ടിലിനകത്ത് നിന്നുള്ള എണ്ണ എന്ത് ചെയ്യാൻ തുടങ്ങി? വായ്പ മേടിച്ച പാത്രങ്ങൾക്കകത്ത്, ഓരോ പാത്രങ്ങൾക്കകത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? നിറയാൻ തുടങ്ങി. ഓരോ പാത്രങ്ങൾ എന്ത് ചെയ്തു? നിറച്ചു വെക്കാൻ തുടങ്ങി. ഇന്ന് പകരം ഒരു ദൂത് ഞാൻ പറയട്ടെ. ദൈവത്തിന്റെ മുൻപാകെ എത്രത്തോളം അനുഗ്രഹത്തിന് വേണ്ടി നീ ആഗ്രഹിക്കുന്നുണ്ടോ, നീ ആഗ്രഹിക്കുന്നതിനും അപ്പുറമായ അനുഗ്രഹങ്ങളെ തരുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ, ദൈവത്തിന്റെ മുൻപാകെ എത്രത്തോളം അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്നുവോ, നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായ അനുഗ്രഹങ്ങളെ തന്നു നിറയ്ക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഇന്ന് പകൽ എത്ര പേർ എന്നെ കേൾക്കുന്നവർ ഒരു വലിയൊരു വിശാലതയ്ക്ക് വേണ്ടി എൻ്റെ പ്രശ്നങ്ങളെ ഒന്ന് മാറ്റണമേ, എൻ്റെ പ്രതികൂലങ്ങളൊന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവം റെഡിയാണ്. നിന്റെ കയ്യിൽ ഉള്ളത് ചെറുതാകട്ടെ, അതിനകത്തു നിന്നും ഒരു വലിയൊരു വർദ്ധനവ് തരാൻ എൻ്റെ ദൈവം ശക്തനാ. നീ ദൈവത്തിൽ നിന്ന് എത്രത്തോളം അനുഗ്രഹങ്ങൾ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ, അതിനപ്പുറമായ അനുഗ്രഹങ്ങളെ തരാൻ എൻ്റെ ദൈവം ശക്തനാ. സങ്കീർത്തനം 81:10 പറയുന്നു, നിന്റെ വായെ വിസ്താരത്തിൽ തുറക്കുക, എന്നാൽ ഞാൻ അതിനെ നിറയ്ക്കാമെന്ന് പറയുന്നു. ഇന്ന് പകൽ നിന്റെ ആഗ്രഹം എപ്രകാരമാണോ അതുപോലെ നിറയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ അത്രേ നീ സേവിക്കുന്നത്. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ, ആ ദൈവമക്കൾ ആ കരമടിച്ച് ആ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുകേ. ഹല്ലേലൂയ. ഇന്ന് പകൽ ചില വിഷയത്തിനകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഭാരപ്പെടുന്ന, നീ പ്രയാസപ്പെടുന്ന ചില വിഷയത്തിനകത്ത് എൻ്റെ ദൈവം പരിഹാരം തരാൻ പോകുക. ദൈവത്തെ സ്തുതിച്ചാട്ടെ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് സന്തോഷത്തോടെ ശബ്ദം ഉയരട്ടെ. ഹല്ലേലൂയ. നീ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് എൻ്റെ ദൈവം ഒരു പരിഹാരകനായിട്ട് എൻ്റെ ദൈവം വെളിപ്പെടാൻ പോകുക. കരമടിക്കുന്നവർ ശക്തിയോടെ ആ കരമടിച്ച് ആ ദൈവത്തിന് മഹത്വം കൊടുത്ത് ചില പരിഹാരങ്ങൾ വെളിപ്പെടാൻ പോകുക. നിന്റെ ജീവിതത്തിൽ പരിഹാരം വെളിപ്പെടാൻ പോകുക. റമന ദഗരേ ദിഗദാ ദഗന റിബൽ കമാന ഗടക സംദുനാര ഗദന അർദ്ധമന ഗടക ശംഭവാര ഗദല. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നിങ്ങളുടെ എല്ലാ വിഷയത്തെയും ദൈവത്തിന് പരിഹരിക്കാൻ പറ്റുമോ? പറയുന്നേ. വൈഫ് പറഞ്ഞു പറ്റും. ബാക്കിയുള്ളവർ എന്ത് ചെയ്യാ? ഇരിപ്പ് കണ്ടിട്ട് പറ്റുമെന്നുമുണ്ട്, പറ്റത്തില്ലെന്നുമുണ്ട്. ഇരിപ്പ് കണ്ടാൽ പറ്റിച്ചിട്ട് പോയ കൂട്ടായിരിക്കുന്നു.
നമ്മുടെ എല്ലാ വിഷയത്തിനും പരിഹാരം തരാൻ പറ്റുമോ ദൈവത്തിന്? ഒന്നുകൂടി ചോദിക്കാം, വിഷയമാണോ ഉണ്ടായത് അതോ പരിഹാരമാണോ ഉണ്ടായത്? ആദ്യം ഉണ്ടായത് നിങ്ങളുടെ വിഷയമാണ് ആദ്യം ഉണ്ടായത് അതോ പരിഹാരമാണോ ആദ്യം ഉണ്ടായത്? പറ. ഞാൻ തമിഴ്നാട്ടിലല്ല ശുശ്രൂഷ ചെയ്യുന്നത്, കാക്കനാടാ. മലയാളം പറഞ്ഞാൽ മതി. പറഞ്ഞു, വിഷയമാണോ ഉണ്ടായത് ആദ്യം അതോ പ്രശ്നം അല്ല പരിഹാരമാണോ ആദ്യം ഉണ്ടായത്? പറയുന്നേ ആ പരിഹാരം അവന് പറയാൻ മടിയനായി. ഇത് പറയിപ്പിക്കത്തില്ല. ഇപ്പോഴും വിഷയത്തെ പിടിച്ചോണ്ട് ഇങ്ങനെ കിടക്കുക. ഇത് വെള്ളം ഒഴുകി കുത്തൊഴുക്കിനകത്ത് വലിയൊരു കെട്ട് അവൻ ഒഴുകി വരുന്നതുകൊണ്ട് ചാടിപ്പോയി എന്ത് ചെയ്തു? എല്ലാരും പിടിക്കുന്നത് കണ്ടപ്പോൾ വലിയൊരു കെട്ട് വരുന്നത് കണ്ടോ, ഒരുത്തം പോയി ചാടിപ്പോയി പിടിച്ചു. പിടിച്ചപ്പോ എന്നാന്ന് ചോദിച്ചാൽ വേറൊന്നും അല്ലായിരുന്നു, കറുത്തൊരു കെട്ടാന്ന് കണ്ടോണ്ട് ഇപ്പം പോയി പിടിച്ചതാ. വേറാണ്ട് വലിയ സംഭവം ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കരടി ഒഴുകി വരികയായിരുന്നു. അപ്പൊ കരയ്ക്കുന്നവൻ പറഞ്ഞടാ, പിടിച്ചിട്ട് പോരുന്നില്ല, നീ വിട്ടേര്, നീ അല്ലേ ഒഴുകിപ്പോ, നീ വിട്ടേക്കാൻ പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ എപ്പോഴാ വിട്ടതാ, പക്ഷെ എന്നെ വിടുന്നില്ലെന്ന്. ഞാൻ നേരത്തെ വിട്ടതാ, പക്ഷെ എന്നെ എന്ത് ചെയ്തില്ല. ഇതുപോലെ തന്നെയാ നിങ്ങളെന്ത് ചെയ്യാ, ഇതും പിടിച്ചോണ്ടിരിക്കുക. ഈ വചനത്തിന്റെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറിയപ്പോ തന്നെ പിശാച് വിട്ടതാ, ഈ പദ്ധതി ഉപേക്ഷിച്ചതാ. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ഇത് പിടിച്ചോണ്ടിരിക്കുക. ഇന്ന് പകൽ പറ, എടാ പ്രശ്നമേ, പ്രതിസന്ധികളെ, കടഭാരമേ, നീ വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു പരിഹാരകൻ വെളിപ്പെട്ടിട്ടുണ്ട്. എനിക്ക് പ്രശ്നത്തിന് മുമ്പേ പരിഹാരം എന്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്യുമെന്ന് അറിയാമെ. പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് വിടിവിപ്പാനുള്ളവനെ ദൈവം എന്തിട്ടുണ്ട്. ദൈവം ആമേൻ ഏദൻ തോട്ടത്തിൽ പോയിരുന്ന് ടെൻഷൻ അടിച്ചോ, അയ്യോ എന്ത് ചെയ്തു, ഞാൻ മനുഷ്യനെ ഉണ്ടാക്കി, ഇനി മനുഷ്യനെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ, ഈ ഉണ്ടാക്കിയ ആദമും ഹവ്വയും പാപം ചെയ്തു, ഇനി അതുകൊണ്ട് ഇനി ഞാൻ ഇതിനകത്ത് ഇത് രക്ഷിക്കാൻ എന്നാ ചെയ്യണമെന്ന് ഓർത്ത് ദൈവം പോയി അവിടെ പോയി ഇങ്ങനെ ഇരുന്നു. ഇരുന്നില്ല. എടാ ഇതിന് മുമ്പ് തന്നെ ദൈവം എന്തിട്ടുണ്ട്, പരിഹാരം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. എടാ മനുഷ്യൻ പാപം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയായിരുന്നു. നന്മ തിന്മകളെ കുറിച്ചുള്ള സകല അറിവും ദൈവം കൊടുത്തു. ദൈവത്തിനറിയാം ഇവർ പെട്ടുപോകുമെന്ന്. പക്ഷേ അതിനു വേണ്ടി എന്ത് ചെയ്തു, അവൻ ആദമിനെ ഹവ്വയെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ, ഏദൻ തോട്ടത്തിനകത്ത് ഈ പാപം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി തന്റെ ഓമനകുമാരനായ യേശുവിനെ ദൈവം സൃഷ്ടിച്ചു വെച്ചു. അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇത്ര വലിയ കാര്യമായി ശ്രദ്ധിക്കുന്ന ദൈവത്തിന് നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ പ്രയാസമുണ്ടോ? ഈ പ്രവാചകയ്ക്ക് എന്തുണ്ട്, കടഭാരമുണ്ട്. പക്ഷേ കടം വീട്ടാൻ മാർഗം അന്വേഷിച്ചോണ്ട് നടക്കുക. പ്രവാചകൻ ചോദിച്ചു, നിന്റെ വീടിനകത്ത് എന്നാ ഉള്ളത്? ഒരു ഭരണി എണ്ണയല്ലാതെ വേറൊന്നും ഇല്ല. ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നും. വെറും പാത്രങ്ങൾ മേടിച്ച് അതിനകത്ത് നിറച്ചോ, എന്നിട്ട് വിറ്റ് കടം വീട്ട്. ആമേൻ. കടം വീട്ടുക മാത്രമായിരുന്നോ? അതുകൊണ്ട് ഉപജീവനവും ദൈവം എന്ത് ചെയ്തു, തുറന്നു കൊടുത്തു. എന്നാൽ ഒരു ദൂത് ഞാൻ പറയാ, നീ ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിനും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ എത്ര നീ സേവിക്കുന്നതെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. നീ ഞാൻ ചോദിച്ചതിലും അപ്പുറമായി, ഞാൻ നിലച്ചതിലും അപ്പുറമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവം. ഇന്ന് പകൽ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം ചില വഴികൾ തുറക്കപ്പെടട്ടെ. അവരുടെ പ്രശ്നങ്ങളെ, കടഭാരങ്ങളെ പരിഹരിക്കുന്ന ചില ദൈവ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. എന്ന് പറഞ്ഞാൽ നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത, നിനക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുടെ തലയ്ക്ക് മീതെ ഉയർന്നു നിൽപ്പുണ്ടോ? നീ ഭാരപ്പെടണ്ട. അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ ഇന്ന് പകലിൽ നിന്റെ കൂടെയുണ്ട്.
ശമനകരകതല അർത്ഥകടകമന സംഭവരകതല വൈഡവന രകൽക്കമാന ശമനകടകസി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവൻ ആ ദൈവപ്രവൃത്തി അവൻ തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ. ഉടബലകതരവ ശമനകടകരകതന നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിന്റെ മേൽ ഉണ്ടാകാം. ഇസ്രായേൽ ജനത്തെ എല്ലാം ദൈവം വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ ശൂർ മരുഭൂമി വെച്ച് ഇവർക്കെല്ലാം എന്ത് ചെയ്തു? ദാഹിച്ചു. ദാഹിച്ചപ്പം ജനമെല്ലാം എന്ത് ചെയ്തു? മോശയ്ക്ക് നേരെ എന്ത് ചെയ്തു? ഇതൊക്കെ നമുക്ക് നല്ലപോലെ അറിയല്ലേ. പിറുപിറുത്തപ്പോ ചോദിച്ചു, ആമേ ഞങ്ങളെ ഇങ്ങോട്ട് എന്ത് ചെയ്യാ? പുറപ്പാട് ദിവസം 17-ാം അധ്യായം അല്ല 16-ാം അധ്യായം. മിസ്രൈമിലെങ്കിൽ ശവക്കുഴിയില്ലാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവിടെയാണ് എന്തുണ്ട്? എല്ലാം ഉണ്ട്, സമൃദ്ധിയായിട്ടുണ്ട്. വെള്ളത്തിന് വെള്ളമുണ്ട്, ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട്, ഇറച്ചിക്ക് ഇറച്ചിയുണ്ട്, എല്ലാം എന്തുണ്ട്? അവിടെ ഉണ്ട്. ഇപ്പത്തെ നിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചിട്ട് ഇവിടെ മരുഭൂമി വന്ന് കുടിക്കാൻ പോലും ഒരു തുള്ളി വെള്ളമില്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാ? നിലവിളിക്കുക, നിറനിധിയ, കരയുക. ആമേൻ. മോശയ്ക്ക് നേരെ അവനെന്ത് ചെയ്തു? പിറുപിറുത്തു. മോശയ്ക്ക് നേരെ പിറുപിറുത്തു. 15-ാം അധ്യായം 22-ാം വാക്യം. ഓക്കെ, 15-22. ദിവസം വെള്ളം കിട്ടാതെ അവരെന്ത് ചെയ്തു? മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു. മാറയിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? അവിടുത്തെ വെള്ളം കുടിക്കാൻ പറ്റിയില്ല. വെള്ളം എന്തായി മാറി? കയ്പുള്ളതായിരുന്നു. അതിനെ അവരെന്ത് ചെയ്തു? മാറ എന്നെന്ത് ചെയ്തു? പേരിട്ടു. അപ്പോൾ ജനം എന്തു കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ ജനമെല്ലാം എന്ത് ചെയ്തു? പിറുപിറുത്തു. ഹല്ലേലൂയ. ഇവർ പിറുപിറുത്തപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നിന്നെ ഞാൻ വിളിച്ചിട്ട് നീ ഇറങ്ങിയതല്ലേ, നീ കരയണ്ട, നീ നിരാശപ്പെടണ്ട. അവൻ നിനക്ക് വേണ്ടി ഈ അവൻ മാറയിലെ വെള്ളത്തെ മധുരമാക്കാൻ, ഈ വെള്ളം അവൻ മാറയാകുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ ഒരു വൃക്ഷം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വൃക്ഷം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന്റെ കൊമ്പ് വെട്ടിയിട്ടോ, ഇപ്പോൾ ഇത് മാറാൻ പോവാ. കൊമ്പ് കാണിച്ചു. മോശയെ ആ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ എന്ത് ചെയ്തു? മാറയിലെ വെള്ളം എന്തായി മാറി? മധുരമായി മാറി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഒന്നുകൂടി പറയാം. ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പരിഹാരം ദൈവം ഒരുക്കി വെച്ചിരിക്കുക. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? എടാ, മാറയിലെ വെള്ളം അവൻ, ഇവിടുത്തെ വെള്ളം അവൻ കൈപ്പാകുന്നതിന് മുമ്പ് തന്നെ അവൻ മധുരമാക്കുന്ന ഒരു കൊമ്പ് ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇന്ന് പകലിൽ നിനക്കുള്ളത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിന്നെ മാനിക്കാൻ, നിന്നെ മധുരമാക്കാൻ, ആ കയ്പ് മാറാൻ ഒരു വൃക്ഷം ദൈവം അവൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മാറയിലെത്തിയപ്പോൾ അവിടുത്തെ വെള്ളം എന്ത് കുടിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ കയ്പായിരുന്നു. പക്ഷേ ദൈവം ഒരു കൊമ്പ് വൃക്ഷം കാണിച്ചു കൊടുത്തു. അതിന്റെ കമ്പ് വെട്ടിയിട്ടപ്പോൾ എന്ത് ചെയ്തു? മാറയിലെ വെള്ളം മധുരമായിട്ട് എന്ത് ചെയ്തു? തീർന്നു. താട്ട് വായിച്ചേ.
27 വായിച്ചു. ഇവിടെ ശ്രദ്ധിച്ചേ. പിന്നെ അവർ എലീമിലെത്തി 12 നീരുറവും എന്ത് ചെയ്തു? 70 ഈന്തപ്പനയും എന്ത് ചെയ്തു? ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും ശ്രദ്ധിച്ചാണ്. ആമേൻ. ഒരു ആമേൻ വഴി ശത്രു അടച്ചപ്പം ആമേൻ ദൈവം എന്ത് ചെയ്തു? 12 നീരുറവകൾ. എടാ, ഒരു ഉറവയെ നിനക്ക് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകലിൽ 12 എണ്ണം തുറക്കാൻ കഴിയുന്ന എന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക. ഇന്ന് വിശ്വസിച്ചു. ചില ഉറവകൾ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ നിനക്ക് വേണ്ടി ദൈവം ചിലത് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ ദൈവം നിനക്ക് വേണ്ടി ചിലത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ആ കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് ഇതിനകത്തിരിക്കുന്നോട് പരിശുദ്ധാത്മ പറയാണ്, നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ ദൈവം ചിലതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദൈവം സെലക്ട് ചെയ്ത് മുന്നമേ ചിലതൊക്കെ സെലക്ട് ചെയ്ത് നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ. യെസ്, അതെ, നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ ദൈവം നേരത്തെ ചിലത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇത് വിശ്വസിക്കാൻ പറ്റും? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് വേണ്ടി എന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ ദൈവം ചിലത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദൈവം ചിലത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾ നോക്കിയാൽ എനിക്ക് ഒരു ആമൻ വിടുതലും ഉണ്ടാകത്തില്ല. സാഹചര്യം നോക്കിയാൽ എന്തെങ്കിലും നടക്കുമോ? സാഹചര്യം നോക്കിയാൽ നടക്കുമോ? ഇല്ല. പക്ഷെ ദൈവം നോക്കിയാൽ ചിലതൊക്കെ നടക്കും. ദൈവത്തിന് ചിലതൊക്കെ കഴിയുമെന്ന് എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ട് ഒതുക്കാൻ പറ്റാത്തതിനെ ദൈവത്തിന് ഒതുക്കാൻ പറ്റൂ. ആരെ കൊണ്ട് വിടുവിക്കാൻ പറ്റാത്തതിനെ ദൈവത്തിന് വിടുവിക്കാൻ പറ്റൂ. ആരെ കൊണ്ട് സൗഖ്യമാക്കാൻ പറ്റാത്തതിനെ ദൈവത്തിന് സൗഖ്യമാക്കാൻ പറ്റൂ. പരിഹരിക്കുന്ന ദൈവം, പരിഹരിക്കുന്ന ദൈവം, നിന്റെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ദൈവം ഇന്ന് പകലിൽ പറയുന്നു, ചില വിഷയങ്ങളെ അവൻ നോക്കി അവൻ ചിലതിനോട് കൽപ്പിച്ചാക്കാൻ പോകുക. നിനക്ക് വേണ്ടി നിന്റെ പ്രശ്നത്തെ പരിഹരിക്കുന്ന ചിലതിനെ ദൈവം റെഡിയാക്കി നിർത്തിയിരിക്കുക. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ ലേഖനം 10:12-13 വേഗത്തിൽ ഒന്ന് വായിച്ചേ. 10:12-13 1 കൊരിന്ത്യർ ലേഖനം. ആകയാൽ നിൽക്കുന്നുവെന്ന് തോന്നുന്ന വീടായിരിക്കാൻ നോക്കട്ടെ. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല? നേരിട്ടില്ല. ദൈവം ആരാ? വിശ്വസ്തന. ആ പരീക്ഷയോടുകൂടെ തന്നെ പോക്കുവഴി ഒരുക്കുന്നവൻ. ഇന്ന് പകൽ നിന്റെ പ്രശ്നത്തെ നോക്കിയിട്ട് നീ പറ, ഇന്ന് പകൽ നിന്റെ പ്രശ്നം ഏതാണോ, നിന്റെ ഭർത്താവോ ഭാര്യയോ അവൻ തലമുറകളോ നിന്റെ ബിസിനസ്സോ, ഏതാ നിന്റെ പ്രയാസം, ഏതാ നിന്റെ വിഷയം, അതിനെ നോക്കിയിട്ട് പറ, ആ പ്രശ്നത്തോടുകൂടെ തന്നെ പോക്കുവഴി ഒരുക്കുന്ന ദൈവം അവൻ വിശ്വസ്തനായ ദൈവം. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ പറ്റൂ? അവൻ വിശ്വസ്തനായ ദൈവമാ. പ്രശ്നം അവൻ ആരനുഭവിക്കും? നിന്റെ ഭർത്താവോ ഭാര്യയോ മക്കളോ നിന്റെ ബിസിനസ്സിനകത്ത് ഏത് വിഷയത്തിനകത്താകട്ടെ, അവൻ പരീക്ഷയോടുകൂടെ തന്നെ പോക്കുവഴി ഒരുക്കുന്ന ദൈവമാ. ദൈവം ആരാ? അവൻ വിശ്വസ്തനാ. ഒന്ന് ഉറക്കെ പറയാമോ? എന്റെ ദൈവം വിശ്വസ്തനാ. ആ കരം ഉയർത്തി പറ, എന്റെ ദൈവം വിശ്വസ്തനാ. ഇന്ന് പകൽ ആ പ്രശ്നത്തെ നോക്കിയിട്ട്, ആ പരീക്ഷയെ നോക്കിയിട്ട്, ആ പ്രതിസന്ധിയെ നോക്കിയിട്ട് പറ, എന്റെ ദൈവം വിശ്വസ്തൻ, എന്റെ ദൈവം വിശ്വസ്തൻ. ദൈവം ആരാ? ദൈവം ആരാ? വിശ്വസ്തനാ. ഭാര്യ സൗഖ്യമാക്കാൻ ദൈവമാരാ? വിശ്വസ്തന. വിശ്വസിക്കുക. പരീക്ഷയോടുകൂടെ തന്നെ പോക്കുവഴി എന്ത് ചെയ്യുക? ഒരുക്കുന്ന ദൈവമാ. ഇന്ന് പകൽ പ്രശ്നത്തെ നോക്കിയിട്ട് പറ, പ്രശ്നമേ എന്റെ ദൈവം പരിഹാരം ഒരുക്കിയതിന് ശേഷം
നീ എൻ്റെ ജീവിതത്തിൽ കയറി വന്നതാ. പോക്കുവഴി ദൈവം ഒരുക്കിട്ടാ ഈ പരീക്ഷ ദൈവം എന്റെ നേരെ അയച്ചതാ. പാട്ടുകാരൻ പാടി, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ ആ പരിഹാരം എനിക്കായിട്ട് കരുതിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. അടുത്തൊരു കൊച്ചു പാടിയ, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പലഹാരം എനിക്കായിട്ട് എന്തിട്ടുണ്ട്. പാടി ഒന്നും എന്ത് ചെയ്തു? പലഹാരമായി. എന്തായി? എടാ, പരീക്ഷ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും? പരിഹാരവും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം പരിഹാരവും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്താ? എനിക്കൊരൊറ്റ കാര്യം അറിയാം, എന്റെ ദൈവം വിശ്വസ്തനാ. എന്റെ ദൈവം വിശ്വസ്തനാ. അവൻ വാക്കു മാറത്തില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മാറത്തില്ല. അവനാരാ? വിശ്വസ്തനാ. പിറുപിറുത്ത ജനത്തിന്റെ മുമ്പിൽ ദൈവം എന്ത് ചെയ്തു? ഒരു വലിയൊരു അത്ഭുതം എന്ത് ചെയ്തു? ദൈവം ചെയ്തു. ആമേൻ. മാറയിലെ വെള്ളം കയ്പായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? അവര് 12 നീരുറവ 70 ഈന്തപ്പനത്തോട്ടം എന്ത് ചെയ്തു? ഇനി നീ എന്ത് ചെയ്യാ? കുടിക്കുക മാത്രമല്ല, നീ തിന്നുക കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. ആമേൻ. ഒരു വഴി പറഞ്ഞെന്നും പറഞ്ഞല്ല നീ കരഞ്ഞത്. ആമേൻ. നീ പിറുപിറുത്തത്. ആമേൻ. ഞാൻ എൻ്റെ പ്രിയ ദൈവജനത്തോട് പറയട്ടെ, നിങ്ങൾ പിറുപിറുക്കുന്നവരാകരുത് കേട്ടോ. ദൈവം മുൻപാകെ പിറുപിറുക്കരുത്. ഏതൊരു പ്രശ്നം വന്നാലും നിങ്ങൾ പറ, എൻ്റെ ദൈവം വിശ്വസ്തനാ. ഏത് നഷ്ടം വന്നാലും പറ, എൻ്റെ ദൈവം വിശ്വസ്തനാ. ഏത് തകർച്ച വന്നാലും പറ, എൻ്റെ ദൈവം വിശ്വസ്തനാ. ഏത് രോഗം വന്നാലും പറ, എൻ്റെ ദൈവം വിശ്വസ്തനാ. ആള് കുറഞ്ഞാലും തരാൻ ദൈവം ആരാ? ആള് കുറഞ്ഞാലും തരാൻ ദൈവം വിശ്വസ്തന. ആള് തരാൻ. ആള് കുറഞ്ഞെന്ന് പറഞ്ഞ ഒരു സങ്കടവും ഇല്ലെന്ന്. ഒരു സങ്കടവും. ചിലതൊക്കെ പോയാലേ നല്ലതൊക്കെ നീത്തുള്ളൂ, പരത്തുള്ളൂ. ആമേൻ. വചനം പറഞ്ഞതോ, ചത്ത ഈച്ച തൈലക്കാരന്റെ പിറുപിറുപ്പോടുകൂടെ പോയൊരു പൊക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യും? നമുക്ക് പിറുപിറുപ്പില്ല. ദൈവം തരാൻ ശക്തനാ. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എനിക്ക് ഇന്നും ഉറപ്പുണ്ട്. ആമൻ ശൂന്യതകളെയെല്ലാം നിറവാക്കി മാറ്റാൻ കഴിയുന്ന എന്റെ ദൈവം വിശ്വസ്തനാണെന്ന്. എന്റെ ദൈവം വിശ്വസ്തനാണെന്ന്. അവൻ വാക്ക് പറഞ്ഞാൽ അവൻ മാറത്തില്ല. മനുഷ്യൻ ആശ്രയിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തളർന്നു പോകുന്നത്. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചാൽ തളർന്നു പോകും. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ തളർന്നു പോകത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ പരാജയപ്പെട്ടു പോകത്തില്ല. ആമേൻ. എന്നാൽ പിറുപിറുക്കുന്നവർ കാണെ തന്നെ എന്ത് ചെയ്തു? മോശയെ കൊണ്ട് ദൈവം ഒരു അത്ഭുതം ചെയ്യിച്ചു. അതേ വെള്ളം തന്നെ എന്ത് ചെയ്തു? കയ്പാണെന്ന് പറഞ്ഞ അതേ വെള്ളത്തെ മധുരമാക്കി മാറ്റിയെങ്കിൽ ഇന്ന് പകലൊരു ദൂത് ഞാൻ പറയാം. എവിടെയൊക്കെ നീ കയ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ അതെല്ലാം മധുരമാക്കുന്ന ദൂത് പറയാ ദൈവാത്മാവ്. മധുരമാക്കുന്ന ചില ദൈവപ്രവർത്തികൾ അവന്റെ കരം നിന്റെ മേൽ അവൻ നീട്ടാൻ പോകുക. അങ്ങനെയെങ്കിൽ പിറുപിറുത്തവരുടെ നാവ് അടയ്ക്കുന്ന ദൈവപ്രവർത്തി വെളിപ്പെട്ടെങ്കിൽ ആരൊക്കെ പിറുപിറുത്തോ അവരുടെ മധ്യത്തിൽ ദൈവം അത്ഭുതം ചെയ്തെങ്കിൽ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ആരൊക്കെ നിന്നെ നോക്കി പിറുപിറുത്തോ അവർ കാണുക ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുക. നിനക്ക് പരിഹരിക്കാൻ കഴിയാത്തത് ദൈവം പരിഹരിക്കും. വിശ്വസിക്കാൻ പറ്റുമോ? ഇതിനകത്ത് ഇരിക്കുന്നവർക്കെല്ലാം പല വിഷയങ്ങളും നമ്മളാൽ പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്, അല്ലേ? ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉണ്ടാകും. നമ്മൾ അന്നേരം പറയുമോ ഇതെല്ലാം എന്താ വിധി, എങ്ങനെയൊക്കെ അങ്ങ് പോയാ മതിയെന്നെന്ത് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ആകരുത്. ഇന്ന് നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തെ
പരിഹരിക്കാൻ കഴിയുന്ന ഒരുവൻ ഇതിനകത്തുണ്ട്. നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തെ പരിഹാരം കാണിക്കാൻ കഴിയുന്ന, പരിഹരിക്കാൻ കഴിയുന്ന ഒരുത്തൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും? മനുഷ്യൻ പരിഹരിക്കും, അല്ല എന്ത് ചെയ്യും? വൈദ്യശാസ്ത്രം പരിഹരിക്കും, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് പരിഹരിക്കാന്നൊക്കെ വിചാരിക്കും. ഇതുകൊണ്ടൊന്നും നടക്കാത്തത് എന്ത് തരും? ദൈവത്തിന് പരിഹരിക്കാൻ പറ്റും. ദൈവത്തിന്റെ നിയമം. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. വീണ്ടും ദൈവാത്മാവോട് പറയാണ്, അവൻ വിശ്വസ്തനാ, അവൻ വിശ്വസ്തനാ. ഈ ജനത്തെ നോക്കി പറയാൻ പറയുന്നു, അവൻ വിശ്വസ്തനാ, അവൻ വിശ്വസ്തനാ. നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ അവൻ വിശ്വസ്തനാ. എത്ര പേർക്ക് ഉറക്കെ പറയാൻ പറ്റൂ? എന്റെ ദൈവം, എന്റെ ദൈവം വിശ്വസ്തനാ. മനുഷ്യർക്ക് ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയം മർക്കോസ് 5:1 ഗദരദേശത്ത് കിടക്കുന്ന ഭൂതകസ്ഥൻ, അവന്റെ പാർപ്പ് കല്ലറയിലായിരുന്നു. അവന്റെ സ്വഭാവം എന്ന് പറയുന്നത് ചങ്ങലകൾ ഉരുമി ഉടച്ചും സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിച്ചും, ആമേൻ, ആ വഴി ഒരു മനുഷ്യനെയും നടക്കാതെ വണ്ണം എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് കല്ലറയ്ക്കൽ കിടക്കുന്നത്. ആമേൻ. അവന്റെ പാർപ്പ് കല്ലറയ്ക്കലായിരുന്നു. 3-ാം വാക്യം വായിക്കുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആർക്കും അടക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് ഇവിടെ കിടക്കുന്നത്, കല്ലറയ്ക്കകത്ത് കിടക്കുന്നത്. ശവമല്ല, ഇവനെന്തുണ്ട്? ജീവനുള്ളവനാണ്. സ്വന്തം ശരീരത്തെ അവൻ മുറിവേൽപ്പിച്ചും ചങ്ങലകൾ ഉരുമി ഉടച്ചും അവനെന്തിയ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ച് ആ കല്ലറയ്ക്കകത്ത് പാർത്ത് നിലവിളിച്ച് വസ്ത്രം പോലും ധരിക്കാതെ കല്ലറയ്ക്കകത്തൊരുത്തം കിടക്കുക. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നതാണ്, ആമേൻ, അവനെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അടക്കാൻ പറ്റാത്ത ഒരുത്തൻ അവിടെ കിടക്കുന്നത്. വായിച്ചു നാട്ട്. ഇപ്പൊ കേട്ട, രാവും പകലും കിടന്ന് കല്ലറകളിലും മലകളിലും പോയി നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള തെക്കപ്പൊലി നാട്ടിലുള്ള ഒരു മനുഷ്യനും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഇവർ പലതും ചെയ്തു നോക്കി ഇവനെ ഒതുക്കാൻ, പക്ഷെ ആരെ കൊണ്ട് ഒതുക്കാൻ പറ്റത്തില്ല ഇവനെ. വായിച്ചേ. അവനെ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു? ഓടിച്ചെന്ന്. ഒന്ന് ശ്രദ്ധിച്ചേ, ആരെ കൊണ്ടും അടക്കാൻ പറ്റാത്തതിനെ ഇപ്പോഴെന്ത് ചെയ്യാ? ഒന്നും പറയാതെ ഇവൻ ഓടി വന്ന് യേശുവിന്റെ കാൽക്കൽ വീഴുക. ശ്രദ്ധിച്ചോണം. അവൻ ഇപ്പോഴെന്ത് ചെയ്യാ? ഉറക്ക നിലവിളിക്കുക. അപ്പോൾ ഇപ്പോൾ യേശുവിനോട് അവൻ എന്ത് ചെയ്യാ? അപേക്ഷിക്കുക. 6000 ഭൂതം എന്റെ മേ കിടക്കുന്നത്, 1-2 അല്ല, വലിയ ദൂത് ഞാൻ പറയാം. 6000 ഭൂതം കിടക്കുന്നവനാ. പക്ഷെ ഇവൻ യേശുവിനെ കണ്ടപ്പോഴേ ഓടി വന്നു. എന്ത് ചെയ്തു? അവിടെ എഴുതി വെച്ചത് ഇങ്ങനെയാണ്, ആരെ കൊണ്ടും അടക്കാൻ പറ്റാത്തവൻ. ഇവനിപ്പോ യേശുവിനെ കണ്ടപ്പോ ഓടി കാൽക്ക വന്ന് വീണ് കിടക്കുക. മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, മഹോന്നതനായ, നിങ്ങൾ ആരും ആരാധനയ്ക്ക് വന്നിരുന്നുണ്ട് അങ്ങനത്തെ ഒരു വിളി വിളിച്ചിട്ടുണ്ടോ? ഭൂതമുള്ളവൻ വിളിച്ചത് മഹോന്നതനായ. ഇതൊന്നും ഇല്ലാത്തവരെന്ത് ചെയ്യുന്നില്ല. ഒരു ഹല്ലേലൂയ പറയാൻ പറയണം. ഇത് ദൂരത്തിൽ നിന്ന് കണ്ടപ്പോഴേ എന്ത് ചെയ്തു? അവൻ വിളിച്ചു. പോട്ടെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? യേശു എന്ത് ചെയ്തു? കൽപ്പിച്ചത്. എപ്പോൾ? 4-ാം അധ്യായം 35-ാം വാക്യം തൊട്ട് വായിച്ചു വരുമ്പം, കാറ്റേ അടങ്ങ, കടലെ ശാന്തമാകുക, അടങ്ങുക എന്ന് യേശു എന്ത് ചെയ്തു? പറഞ്ഞിരുന്നു. ആമേൻ.
അപ്പോൾ ഇവിടെ 5 പറയുന്നു, ഇവരെ വിട്ട് പുറപ്പെട്ടു പോകാൻ ഞാൻ എന്ത് ചെയ്തു? കൽപ്പിച്ചിരുന്നു. ആമേൻ. പക്ഷേ യേശു എന്ത് ചെയ്തു? അവന്റെ മേലുള്ള 6000 ദുർഭൂതത്തെ എന്ത് ചെയ്തു? അവിടെ വെച്ച് നേരത്തെ ശാസിച്ചിരുന്നു. പക്ഷെ ഈ 6000 ഭൂതങ്ങളും എന്ത് ചെയ്തു? 2000 പന്നിയിൽ ചെന്ന് കയറി ആ കടലിൽ എന്ത് ചെയ്തു? പോയി മുങ്ങി ചത്തുപോയെന്ന് വായിക്കുന്നത്. പക്ഷെ ഈ ലഗിയോൻ ബാധിച്ചവൻ യേശുവിനോട് ചോദിച്ചു, ഞാൻ നിന്നെ ഒന്ന് അനുഗമിച്ചോട്ടെ, ഞാൻ നിന്നെ എന്ത് ചെയ്യട്ടെ? അവൻ യേശു പറഞ്ഞു, വേണ്ട, നീ എന്നെ അനുഗമിക്കണ്ട, നീ നിന്റെ എന്ത് ചെയ്യാ, വീട്ടുകാർക്കും ദേശക്കാർക്കും നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? കാണിക്കാൻ പറഞ്ഞു. ആമേൻ. നിന്നെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ഒരു ദൂത് പറയാൻ പോവാ. എടാ, ആരെ കൊണ്ടും അടക്കാൻ പറ്റാത്തവൻ, തെക്കപ്പൊലിക്കകത്ത് ഇന്നുവരെ സുവിശേഷ വേല നടന്നിട്ടില്ലാത്ത ഒരു പട്ടണത്തിനകത്ത്, യേശുവിന്റെ ഒരു അത്ഭുതം പോലും നടക്കാത്ത തെക്കപ്പൊലി നാടിനകത്ത് അവൻ എന്ത് ചെയ്തു? അവൻ 6000 ഭൂതം ബാധിച്ചവൻ, ആ ഭൂതഗ്രസ്തൻ സ്വതന്ത്രമായപ്പോൾ അവൻ തന്നെ സാക്ഷീകരിക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയി. അവൻ അവിടെ ഒരു സുവിശേഷ വേലക്കാരന് ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് പകലിൽ ഒരു ദൂത് ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മ പറയാ, നിന്റെ വീടിനകത്ത് ആരെ കൊണ്ടും നിയന്ത്രിക്കാൻ പറ്റാത്തതിനെ ദൈവം നിയന്ത്രിക്കാൻ പോകുക. ഇതിനകത്തിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ നോക്കിയിട്ട് ദൈവാത്മാവ് പറയുക, ആരെ കൊണ്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത ചിലതിനെയൊക്കെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ പോകുക. ഇന്ന് വരെ സുവിശേഷം പറയാത്തത് ചിലരൊക്കെ സുവിശേഷം പറയാൻ പോകുക. ആ ദൈവപ്രവൃത്തി ഈ വീടിനകത്ത് വെളിപ്പെട്ടു വരട്ടെ. മാറ്റങ്ങൾ സംഭവിക്കട്ടെ, മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ആർക്കും മാറ്റാൻ പറ്റാത്ത ചിലതിനെ ദൈവം ഈ ദിവസങ്ങളിൽ മാറ്റം വരുത്തട്ടെ. പരിഹരിക്കാൻ പറ്റാത്ത, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത, ഒരു മനുഷ്യനും പരിഹരിക്കാൻ പറ്റാത്തതിനെ ദൈവം പരിഹരിക്കാൻ പോകുക. ശ്രദ്ധിച്ചേ, ഇതൊരു മനുഷ്യന്റെ കാര്യമാണ്. ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത കല്ലറയിൽ കിടക്കുന്നവനെ കർത്താവ് എന്ത് ചെയ്തു? ആ വിഷയത്തെ അങ്ങ് പരിഹരിച്ചു. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും, നമ്മുടെ വിഷയത്തെ ആർക്കും പരിഹരിക്കാൻ പറ്റത്തില്ലെന്നല്ലേ? ഒത്തിരി നാൾ പ്രാർത്ഥിച്ചു, ഈ രോഗം എന്തിന്നില്ല, മാറുന്നില്ല, ഇനി വൈദ്യശാസ്ത്രത്തിനും പറ്റത്തില്ല. പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മേലെ കയറി വരുമ്പോ പറഞ്ഞിട്ടില്ലേ, ഇതിങ്ങനെ എന്റെ വിധി, ഇത് വിധിയല്ല, ആരെ കൊണ്ടും പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ പലതും? വചനം ഇന്ന് വചനത്തിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വചനത്തിനകത്ത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായിട്ട് പറയാ, വചനത്തിൽ വിശ്വസിക്കുന്ന നിന്നോട് ദൈവം പറയാ, ആ വിഷയത്തിനകത്ത് നീ വിടുതൽ കാണാൻ പോകുക. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ആരെ കൊണ്ടും പരിഹരിക്കാൻ പറ്റത്തില്ല, പറഞ്ഞിട്ടില്ലേ? ആരെ കൊണ്ടും ചൊവ്വാകത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറഞ്ഞിട്ടുണ്ട് ചൊവ്വാകത്തിലാണ്. നീ ജീവിതത്തിൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൈയെല്ലാം ബ്ലേഡിന് വലിച്ചു കയറും, അലമാരി തല്ലിപ്പിടിച്ച് ഗ്ലാസ് കൊണ്ട് കൈ കയറും, കുപ്പി ഉറക്കി വെച്ചിട്ട് പാട്ടപ്പുറക്കാർ വെച്ചിട്ട് കുപ്പി തല്ലിപ്പിടിച്ച് കൈ കുത്തി കയറും. ഇതെല്ലാം ചെയ്യുമ്പോൾ ആൾക്കാർ പറഞ്ഞു അവന് ഭ്രാന്തായിരുന്നു. ഭ്രാന്ത ആരെ? അവന്റെ കാര്യം എന്ത് ചെയ്തു? പക്ഷേ ജനമെല്ലാം പറഞ്ഞു, വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞു ഇവൻ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പത്തെ ഇവിടെ നീക്കുക കല്ലറയിൽ കിടന്നവനും നോക്കിയേ, തെക്കപ്പൊലി നാട്ടിൽ കല്ലറയ്ക്കകത്ത് കിടന്നവൻ ഇപ്പോഴെന്ത് ചെയ്യാ? അവിടെ സുവിശേഷം പ്രസംഗിക്കുക, അവിടെ കർത്താവിനെ സാക്ഷ്യം പറയുക. മാറ്റം വരാൻ പോകുക. നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിനകത്ത് മാറ്റം വരാൻ പോകുക. നിനക്ക് പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന വിഷയത്തെ ദൈവം പരിഹരിക്കാൻ പോകുക. വിശ്വസിച്ചിട്ട് കരമടിച്ച്
ശക്തിയോടെ അന്യഭാഷയിൽ നാട്ടുകാർക്ക് പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയത്തെ ദൈവം എന്ത് ചെയ്തു? നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നാട്ടുകാർ നിരൂപിച്ചാൽ ഒരുമാതിരിപ്പെട്ട പ്രശ്നമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കൈകാര്യം ചെയ്യാനും പറ്റും, പണിയാനും പറ്റും, തകർക്കാനും എന്ത് ചെയ്യും? പറ്റും. ഒരുമാതിരിപ്പെട്ടവരൊക്കെ കൂടിയ. പക്ഷെ ഇവിടെ നാട്ടുകാർ നോക്കിട്ട് എന്ത് ചെയ്യില്ല, പറ്റാത്ത ഒറ്റ പണിയുണ്ടെങ്കിൽ ഗദർദേശർക്ക് ബോധകസ്ഥന്റെ എടുക്കില്ല. പക്ഷേ യേശു എന്ത് ചെയ്തു? യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ കൽപ്പിച്ചാക്കി അവനെ വിട്ടെന്ത് ചെയ്യാ, പുറത്തു പോകും എന്ന് പറഞ്ഞാൽ ഒരു ദൂത് പറയാൻ പോവാ. ഭൂതകസ്ഥനോടുള്ള ദൂത്. ഭൂതകസ്ഥനോട് കർത്താവ് എടാ, നിന്റെ മേൽ ഇതുവരെ വെച്ചിരുന്ന 6000 ഭൂതം നിയന്ത്രിച്ചു കൊണ്ടിരുന്ന നിയന്ത്രണമുണ്ടല്ലോ, അതിന്റെ സമയം ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ്. അതിന്റെ സമയം ഇന്നുകൊണ്ട് അവസാനിക്കുക. ഇന്ന് ഈ ദൂത് ഏറ്റെടുക്കാമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ശത്രു നിനക്കെതിരായി വരച്ച ചില രേഖകളുണ്ടല്ലോ, അതിന്ന് ബ്രേക്ക് ആകുക. പരിശുദ്ധമ പറയുന്നു, ചിലത് ബ്രേക്ക് ആകുക. എന്ന് പറഞ്ഞാൽ നിന്റെ ഭാവി, നിന്റെ ശുശ്രൂഷ, നിന്റെ ഉയർച്ച, നിന്റെ അനുഗ്രഹം, ഇതിനെയെല്ലാം ശത്രു ഒരു വര വരച്ചിരിക്കുക. ഇന്നത് ബ്രേക്കാകുക, ഇന്നത് ബ്രേക്കാകുക. നിനക്കെതിരായിട്ടോ, നിന്റെ ബിസിനസ്സിനെതിരായിട്ടോ, ജോലിക്കെതിരായിട്ടോ, ശുശ്രൂഷയ്ക്കെതിരായിട്ടോ വരച്ച ചില കൈരേഖകൾ മായാൻ പോകുക. ചിലതൊക്കെ ഇന്ന് ബ്രേക്ക് ആകാൻ പോവാ. ഈ വചനം നിന്റെ അകത്ത് കയറിയാൽ നീ പോലും പറയണ്ട, നീ ഇവിടുന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണൂ. ചിലതൊക്കെ ടാറ്റ പറഞ്ഞു പോകുന്നത്, ചിലതൊക്കെ ടാറ്റ പറഞ്ഞ് നിന്നെ അനാവശ്യമായി ശൂന്യമാക്കുന്ന, നഷ്ടം വരുത്തുന്ന ചിലതൊക്കെ ഇന്ന് പകലിൽ ബൈ ബൈ പറയുക. ചിലതെല്ലാം രേഖകളെല്ലാം തമ്പുരാൻ മാറ്റാൻ പോകുക. നിന്റെ ശുശ്രൂഷയ്ക്കെതിരായിട്ട് ശത്രു വരച്ച ചില കൈരേഖകളെ ദൈവം മാറ്റി എഴുതാൻ പോവാ. ദൈവം മാറ്റി എഴുതാൻ പോവാ. ദൈവം മാറ്റി എഴുതാൻ പോവാ. എടാ, മുമ്പ് വസ്ത്രമില്ലായിരുന്നു, ഇപ്പത്തെ പുതിയ വസ്ത്രം ധരിച്ചിരിക്കുക. മുമ്പ് വസ്ത്രമില്ലായിരുന്നു, ഇപ്പത്തെ പുതിയ വസ്ത്രം ധരിച്ചിരിക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നത് കൂടി പറയാ, വീണ്ടും പറയുന്നു, ചിലതൊക്കെ ബ്രേക്ക് ആകാൻ പോവാ. എന്ന് പറഞ്ഞാൽ നിന്നെ മുന്നോട്ട് ചലിപ്പിക്കാതെ, നിന്റെ ജീവിതത്തിൽ ഒരു വിശാലത തരാതെ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു സ്റ്റെപ്പ് പോലും അവൻ സന്തോഷത്തോടെ മുന്നേറാൻ പറ്റാതെ, നിന്നെ പരാജയപ്പെടുത്താൻ നിനക്കെതിരായിട്ട് ശത്രു വെച്ച സകല അവൻ ഡോറുകൾ ഇന്ന് മകൾ ക്ലോസ് ചെയ്യുക. അതല്ല, ചിലതെല്ലാം അടിയട്ടെ. കുടുംബത്തിനകത്ത് നിന്ന് ചിലതെല്ലാം അടിയട്ടെ. ഇന്ന് പകലിൽ ചിലതൊക്കെ ബ്രേക്ക് ആകട്ടെ. ശത്രു എഴുതി വെച്ചതോ, ശത്രു എഴുതി റെഡിയാക്കിയതോ, മനുഷ്യൻ ചിലതല്ല എഴുതി ഉണ്ടാക്കിയതുമായ ചില കൈരേഖകളല്ല ബ്രേക്കാകുന്ന ബ്രേക്കാകുന്ന ഒരു പകലായി മാറുക. പരിഹാരമില്ലാത്ത വിഷയമില്ല മകനെ. ദൈവത്തിന് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ ഒന്നുമില്ല.
ശബലപരബല. ആ കെട്ടുകൾ അഴിയട്ടെ. കുടുംബങ്ങൾക്കകത്തു നിന്ന് ആ കെട്ടുകൾ പൊട്ടട്ടെ. റിബനാദഗരെ ചുടബാരവലബ ശബ്ദലരഗദല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകലിൽ ചില അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, നിന്റെ സമ്പത്തിനെ നിയന്ത്രിച്ച ചില പൈശാചിക ശക്തികളെ ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുക. ഓൺലൈനിൽ കാണുന്നവർ ശ്രദ്ധിച്ചോ, ഈ ദൂത് കേൾക്കുന്നവർ ഏറ്റെടുത്തു. ഇന്നലെ വരെ നിന്റെ നന്മയെ, നിന്റെ കുടുംബത്തെ, നിന്റെ സമാധാനത്തെ, നിന്റെ സന്തോഷത്തെ, നിന്റെ സകല നന്മകളെയും ബ്ലോക്ക് ആക്കിയത് ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ചെയ്യുക. മുമ്പോട്ട് വിടത്തില്ല. എങ്ങനെയൊക്കെ റെഡിയായി വന്നാലും എത്തിയില്ല, മുമ്പോട്ട് വിടത്തില്ല. എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും മുന്നോട്ട് കയറാൻ അവൻ അനുവദിക്കത്തില്ല. ഇവനെ നിയന്ത്രിക്കുന്നത് വേറെ ശക്തിയാണ്. ഇവനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ശക്തിയാ. ആമേൻ. ദൈവാത്മാവ് തരുന്ന ദൂതായിട്ട് ഞാൻ പറയുക, ഇവനെ നിയന്ത്രിക്കുന്നത് വേറെ ശക്തിയാ. അതുകൊണ്ട് ഇവന്റെ കൺട്രോളിലല്ല കാര്യം, മറ്റവന്റെ കൺട്രോളിലെ കാര്യം പോകുന്നതാ. എന്നാൽ ഇന്ന് പകലിൽ ആ നിയന്ത്രണത്തെ മടക്കി പിടിക്കുന്ന, യെസ്, ആ നിയന്ത്രണം ഇന്ന് പകൽ മടക്കി പിടിക്കുക. ഞാൻ മടക്കി പിടിക്കുക, ഞാൻ മടക്കി പിടിക്കുക. യെസ്, പ്രാപിച്ചോ. അഭിഷേകം ചലിക്കുക, ദൈവശക്തി ചലിക്കുക. ശക്തമായി കരമടിച്ച ഏറ്റെടുത്തട്ടെ. എന്ന് പറഞ്ഞാൽ ദൈവം ഇട്ടിരിക്കുന്ന ഒരു പ്ലാനും പദ്ധതി ഇവന്റെ മേലുണ്ട്. ദൈവം ഇട്ടിരിക്കുന്ന ഒരു പ്ലാനും പദ്ധതിയും, പക്ഷെ അതിന് വിരോധമായിട്ടാണ് ഇവനെ എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. അവൻ അതിന് വിരോധമായി കൊണ്ടുപോയി അവന് വസ്ത്രം ധരിക്കാൻ അനുവദിക്കത്തില്ല, ശരീരത്തെ മുറിവേൽപ്പിക്കുന്നു. ഇതെല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ് കാര്യം നടക്കുന്നത്. ആമേൻ. സാത്താന്റെ നിയന്ത്രണത്തിലാണ്. ഇവൻ ദൈവത്തിന്റെ സൃഷ്ടിയാ. ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും ദൈവത്തിന്റെ മേൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് വെളിപ്പെടാൻ ശത്രു എത്തിയത്തില്ല, സമ്മതിക്കത്തില്ല. രഞ്ജിത് സിസ്റ്ററെ ദൂത് പറഞ്ഞ് ഏറ്റെടുത്തു കേട്ടോ. ചിലതൊക്കെ വെളിപ്പെടാൻ സമ്മതിക്കാതെ, യഥാർത്ഥമായ ദൈവിക പദ്ധതി വെളിപ്പെടാൻ സമ്മതിക്കാതെ മൂടിയിട്ടതിന് തമ്പുരാൻ ഇന്ന് പകൽ പൊട്ടിക്കാൻ പോകുക. യഥാർത്ഥമായ ദൈവിക പദ്ധതിയെ വെളിപ്പെടുത്താതെ, എല്ലാവർക്കും ഉള്ള ദൂതായത് ഏറ്റെടുത്തു. നിന്റെ മേൽ ദൈവമിട്ടിരിക്കുന്ന യഥാർത്ഥ പദ്ധതിയെ വെളിപ്പെടുത്താതെ മൂടിയിട്ടിരിക്കുക. ഇതെല്ലാം ഇവന്റെ നിയന്ത്രണത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് പിശാചിനെ വലുതായിട്ട് എന്ത് ചെയ്യാ, സകലതും ദൈവം എന്ത് ചെയ്യാ ഉണ്ടാക്കിയല്ലേ, അല്ലേ? പിശാചിനെ ആരാ ഉണ്ടാക്കിയത്? പറ, ഉറക്കെ പറഞ്ഞു. ദൈവം തന്നെ ഉണ്ടാക്കിയത്. പിശാചിനെ ആരുണ്ടാക്കിയതാ? ദൈവം ഉണ്ടാക്കിയതാ. ആ ദൈവത്തോടാണ് ഇവൻ പറയുന്നത് ആണ് വീണ് നമസ്കരിച്ചാൽ എല്ലാം എന്ത് ചെയ്യാം. മനസ്സിലായോ? ഈ പിശാചിനെ ഉണ്ടാക്കിയാരാ? ഈ ദൈവമാ. ഈ ദൈവത്തോടാണ് പിശാച് പറയാണ് എന്ത് ചെയ്യാം, ആണ് വീണ് നമസ്കരിച്ചതില്ല. പിശാചിനെ പേടിക്കുന്നവർ അവരൊന്നുമല്ല കേട്ടോ. നിന്റെ ദൈവത്തിന്റെ ഒരു സൃഷ്ടി എന്ന് മാത്രമേ ഉള്ളൂ. അവന്റെ മേലുള്ള നിയന്ത്രണം ആർക്കാന്നറിയാവോ? എന്റെ ദൈവത്തിനാ. ഓ, മനസ്സിലായവർക്കായി സ്തോത്രം. ഈ സാത്താന്റെ മേലുള്ള നിയന്ത്രണവും എന്റെ ദൈവത്തിന്റെ കയ്യിലാ.
ഒറ്റയ്ക്ക് നിൽക്കുന്ന യേശുവിന്റെ അടുക്കൽ 6000 ലഗിയോന്മാര് വന്നിട്ട്, 6000 ഭൂതം ഒന്നിച്ചു വന്നിട്ട് യേശുവിന്റെ ഒരു മുടിനാര് പറിക്കാൻ പറ്റിയില്ല. മനസ്സിലായോ? യേശുവിന്റെ ഒരു മുടിനാര് താഴെ ഇടാൻ മറക്കുന്നില്ല, പറ്റിയില്ല. ഇവൻ അമ്പേ ഭയപ്പെടുന്നവനാണെന്നുള്ള കാര്യം ഞാൻ പറയാം. യേശു കടലിലെ അക്കരയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. പടകിൽ നിന്നും ഗദരദേശത്തേക്ക് കാല് വെച്ചതേ ഉള്ളൂ, അവൻ കാറാൻ തുടങ്ങി. മനസ്സിലായോ? ഗദരദേശത്ത് കാല് വെച്ചപ്പോ തന്നെ എന്ത് ചെയ്തു? അവൻ കാറാൻ തുടങ്ങി. ഒന്ന് മനസ്സിലാക്കിയോ, തമ്പുരാൻ ഒരു സ്ഥാനത്ത് കാല് വെച്ചാൽ, എന്റെ കർത്താവിന്റെ ഒരു പാദം സ്പർശിച്ചാൽ, ഒരു ദുരാത്മാവിനും അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇവന്റെ മേലുള്ള ദൈവിക പദ്ധതി എല്ലാം മറച്ചു വെച്ചിരിക്കുക. തമ്പുരാൻ എന്ത് ചെയ്തു? അങ്ങോട്ട് വന്നതേ ഉള്ളൂ. അവൻ പറഞ്ഞു, ഞാൻ പൊക്കോളാവേ എന്ന് ചെയ്തു. പൊക്കോളാന്ന് പറഞ്ഞു. പണ്ട് ഞങ്ങൾ ഈ ഭൂതമൊക്കെ ഇറക്കാൻ തുടങ്ങിയ ആദ്യ സമയത്ത് പാമ്പാടി 14 മൈലിൽ ഒരു ഭൂതം ഇളകിയെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ എന്ത് ചെയ്യുക, ഒരു 4 വണ്ടിക്കകത്ത് അങ്ങോട്ട് പോവുക. ഒരു 10-25 പേരെന്ത് ചെയ്തു, ഒരു 4 വണ്ടിയിൽ അങ്ങോട്ട് പോവുക. ഭൂതം അല്ലേ, കുറച്ച് ആൾക്കാർ ഇരിക്കട്ടെന്ന് ഓർത്ത് 4 വണ്ടിയിൽ അവിടെ ചെന്നപ്പോഴത്തേന് എന്ത് ചെയ്തറിയോ, ഈ 4 വണ്ടി അവിടുന്ന് പുറപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവൻ എന്ത് ചെയ്തു, തന്നെ ബൈ പറഞ്ഞു പോയി. ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പം ഒരു ഭൂതവും ഇല്ല, ഒരു പ്രേതവും ഇല്ല. ഇതെല്ലാം നേരത്തെ തന്നെ എന്ത് ചെയ്തു, ഇളകി ബഹളം ഉണ്ടായെന്ന് അറിഞ്ഞുകൊണ്ട് പോയതാ. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്ത് ചെയ്തു, ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, കൂടെ വന്നോട്ടും പാസ്വേഡ്, അങ്ങനെയാണെങ്കിൽ ഒരു എഴുത്ത് കൊടുത്തു വിട്ടാൽ മതി, പിശാചേ നീ എന്ത് ചെയ്യാ, പൊക്കോ, ഞങ്ങള് വരുന്നുണ്ട്. പെട്രോളും കത്തിച്ച് ഇവിടം വരെ വരേണ്ട കാര്യമൊന്നും ഇല്ല, ഒരു എഴുത്തിന്റെ ആവശ്യമുള്ളൂ, നീ എന്ത് ചെയ്യാ, പൊക്കോ. ഇത്രയേ ഉള്ളു. മനസ്സിലായോ? ഇത്രയേ ഉള്ളു പിശാച്. ഇന്ന് പലരും പിശാചിനെ എന്ത് ചെയ്യാ, അങ്ങ് വലുതാക്കി, ദൈവം ഒന്നുമല്ല പിശാചാ വലുത്. എന്നിട്ട് അവൻ എന്ത് ചെയ്യാ, ഒരിഡാ ടിവിയുടെ പരസ്യത്തിനകത്ത് വരുന്ന പോലെ കൊമ്പും പല്ലും വെച്ചോണ്ടാ വരുന്നെന്നും പറഞ്ഞോണ്ടത് ഇത് നിൽക്കുന്നത്. ഇതൊന്നും അല്ലെന്നേ. 6000 എണ്ണത്തിന് യേശുവിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ, അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നിന്റെ മേൽ, പുതിയ സൃഷ്ടിയായ നിന്റെ മേൽ, പുതിയ സൃഷ്ടിയായ നിന്റെ മേൽ, നിന്റെ മുമ്പിൽ അവന് നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇവന്റെ മേലൊരു ദൈവിക പദ്ധതി ഉണ്ട്, പക്ഷെ എന്ത് ചെയ്തില്ല, ദൈവിക പദ്ധതി വെളിപ്പെടാൻ സമ്മതിക്കത്തില്ല. പക്ഷെ ഇത് ആരെ കൊണ്ടും അടക്കാൻ പറ്റാത്തതിനെ ആരടക്കി? യേശു അടക്കി. അതിന്റെ അടുത്തൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, 12 സംവത്സരമായിട്ട് രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ, ഏറിയ വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ട് ഒട്ടും വൈദ്യശാസ്ത്രം മുഴുവൻ നോക്കിയിട്ട് പരാജയപ്പെട്ടു പോയൊരു സ്ത്രീ. യേശുവിനോട് പോലും അനുവാദം ചോദിച്ചില്ല. യായിറോസിന്റെ വീട്ടോട്ട് പോകുന്ന വഴി അതിന്റെ ഇടവഴി കയറി എത്തിയിട്ടുണ്ട്. ചിലരുണ്ട് പ്രാർത്ഥിക്കാൻ നേരത്തൊക്കെ എല്ലാവരും ഇടവഴി കയറി വന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, കൈവപ്പ് മേടിച്ചോണ്ട് പോകുന്നില്ലേ, അതുപോലെ എന്ത് ചെയ്തു, ഒരു സ്ത്രീയോട് ഓടി വന്ന് കയറിയിട്ട് എന്ത് ചെയ്തു, പത്രത്തിന് തൊങ്ങലിൽ തൊട്ടു, ശക്തി പുറപ്പെട്ടു. യേശു പറയും, എങ്ങനെ ശക്തി എന്ത് ചെയ്തു, പുറപ്പെട്ടു. പക്ഷെ ബാധ മാറി സ്വസ്ഥയെന്ന് ശരീരത്ത് തിരിച്ചറിഞ്ഞു. ബാധയ്ക്ക് മരുന്ന് മേടിച്ച ബാധ മാറത്തില്ല. ബാധ മാറണമെങ്കിൽ ദൈവശക്തി വ്യാപരിക്കണം. ആരെ കൊണ്ടും ഒരു വൈദ്യശാസ്ത്രത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്ത ആ രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ രക്തസ്രാവത്തെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എന്റെ തമ്പുരാൻ നിർത്തിയെങ്കിൽ, അവൻ ഒരു ദേശക്കാർക്ക് അടക്കാൻ പറ്റാത്തതിനെ യേശു അടക്കി. ഒരു വൈദ്യശാസ്ത്രത്തിന് സൗഖ്യമാക്കാൻ പറ്റാത്തതിനെ യേശു സൗഖ്യമാക്കി. നമ്മുടെ സമസ്ത മേഖലകളും യേശുവിന് ചെയ്യാൻ പറ്റുമെന്നുള്ള ഭാഗം എടുത്ത് പറഞ്ഞിട്ട് നിർത്തുക. അടുത്തത് നമ്മളെല്ലാം പേടിക്കുന്ന ഒരു കാര്യം, മരണം. മരണം നമ്മളിവിടെ കർത്താവിന്റെ സാരോ പറഞ്ഞത്, മരിക്കുമെന്ന് അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജീവിക്കല്ലേ. മരിക്കുമെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ജീവിക്കുക. പക്ഷേ ആർക്കും മരിക്കാൻ എന്തല്ല ഇഷ്ടം? എനിക്ക് ഇഷ്ടമുണ്ട്.
ഇപ്പോഴത്തെ യായിറോസിന്റെ മകള് ദീനമായി കിടക്കുക. ദീനമായി കിടക്കുന്ന വാർത്ത അറിഞ്ഞിട്ട് എന്ത് ചെയ്തു? യേശുവിന്റെ അടുക്കൽ ആളയച്ചു, നീ വീട്ടിൽ വന്ന് എന്ത് ചെയ്യണം? സൗഖ്യമാണ്. ഈ പോകുന്ന വഴി രക്തസ്രാവക്കാരിയായ സ്ത്രീ തൊട്ട് സൗഖ്യമായി. അവിടെ കുറച്ചു നേരം എന്ത് ചെയ്തു? സമയം പോയാൽ അരമണിക്കൂർ അവൾക്ക് വേണ്ടി എന്ത് ചെയ്തു? മാറ്റിവെച്ചു. അപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് അടുത്ത ആൾ വന്നിട്ട് പറയാണ്, ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ തന്നെ 26-ാം ഭാഗം, യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് പറയാണ്, ഇനി എന്ത് ചെയ്യണ്ട, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കുട്ടി എന്ത് ചെയ്തു? മരിച്ച് പോയി. അപ്പോഴെന്ത് ചെയ്തു? എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. രോഗിയാണെങ്കിൽ എന്ത് ചെയ്യണം? സൗഖ്യമാക്കും. പക്ഷെ യേശു പറഞ്ഞു, വേണ്ട, എല്ലാവരും വരാൻ പറഞ്ഞു. ചെന്നു. അവിടെ യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവർ 3 പേരുമായിട്ട് യേശു ആ വീട്ടിൽ ചെന്ന് കയറി ആ കുഞ്ഞിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. തബീതാക്കുബി എഴുന്നേക്കാന്ന് പറഞ്ഞു. ബാല എന്ത് ചെയ്തു? ചാടി എഴുന്നേറ്റ് എന്ത് ചെയ്തു? നടന്നു, സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ സുല്ലൈക്കാട് പറഞ്ഞോട്ട് ആമേൻ. യേശു കൈവച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു, കൊച്ചെ മുഞ്ഞി കഴുകി കഞ്ഞി കുടിക്കാൻ പറഞ്ഞു. ചാടി എഴുന്നേറ്റ് എന്ത് ചെയ്തു? സംസാരിക്കാൻ തുടങ്ങി. ചാടി എഴുന്നേറ്റ് എന്ത് ചെയ്തു? സംസാരിക്കാൻ തുടങ്ങി. അപ്പം ആരെ കൊണ്ട് സൗഖ്യമാക്കാൻ പറ്റാത്തത്, അവൻ രോഗം ബാധിച്ചു മരണപ്പെട്ടതിനെ കർത്താവ് എന്ത് ചെയ്തു? ജീവിപ്പിച്ചു. മരണത്തെ വരെ എന്ത് ചെയ്തു? അവൻ ജീവനാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ, ഒന്ന്, അവൻ 5-ാം അധ്യായത്തിനകത്ത് 1-ാം ഭാഗത്തിനകത്ത് അവനൊരു ദേശക്കാരെ കൊണ്ട് സൗഖ്യം വരുത്താൻ പറ്റാത്തത്, അടുത്തത് അവൻ വൈദ്യശാസ്ത്രത്തിന് സൗഖ്യം വരാൻ പറ്റാത്തത്, അവൻ 3 മരിച്ചതിനെ ജീവനാക്കാൻ കഴിയാത്ത ഒരു ലോകത്ത് ഇതാ യേശു അതിനെ ജീവനുള്ളതാക്കി മാറ്റിയെങ്കിൽ എന്റെ ദൈവത്തെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. അത് മരണമാകട്ടെ, അത് രോഗമാകട്ടെ, അത് ഏത് പ്രശ്നമാകട്ടെ, ജീവനാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം ആ സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നേ. ഒന്ന്, വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തതിന് യേശു എന്ത് ചെയ്തു? കൈകാര്യം ചെയ്തു. 3, ഉലകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തെ എൻ്റെ കർത്താവ് എന്ത് ചെയ്തു? കൈകാര്യം ചെയ്തു. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഏത് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്? നിങ്ങൾ പറയുമല്ലോ, ആരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരോട് ഞാൻ പറയട്ടെ, ദൈവത്തെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ദൈവത്തിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ആ വചനം മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അബ്രഹാം ചോദിച്ചു, ഈ വയസ്സുകാലത്ത് എങ്ങനെ ഒരു തലമുറ ഉണ്ടാകും? ദൂതൻ പറഞ്ഞു, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവത്തെ കൊണ്ട് കഴിയാത്ത വല്ലോ കാര്യം. നീ ഏത് കാര്യമായിട്ടാണെങ്കിലും ദൈവത്തിന്റെ അടുക്ക ചെല്ല, ദൈവം അത് സാധ്യമാക്കി തരും. ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത എത്ര വലിയ വിഷയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതെല്ലാം നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. അത് കടഭാരമാകാം, രോഗമാകാം, തകർച്ചയാകാം, തലമുറയാകാം, കുടുംബ പ്രശ്നമാകാം, ആമേൻ, ശുശ്രൂഷയാകാം. ഏത് വിഷയമാണെങ്കിലും അത് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്നാട്ടെ. ഇന്ന് പകലൊന്ന് പ്രാർത്ഥിച്ച് എന്റെ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം ഇതിനുള്ള നീക്കുപോക്ക് കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി വരുന്നതിന് മുമ്പ് തന്നെ പരിഹാരം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വേദനയിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ ദൈവം അതിനുള്ള പരിഹാരം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അബ്രഹാമേ, നീ മോറിയ മല കയറുന്നതിന് മുമ്പ് തന്നെ നിന്റെ കണ്ണിൽ കാണാതെ ഞാൻ അവിടെ ആട്ടുകൊറ്റനെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. മോശേ, മാറ
പാറയിലെ വെള്ളം കുടിക്കാൻ കഴിയത്തില്ല, പക്ഷേ മധുരമാക്കുന്ന ഒരു വൃക്ഷം അതിന്റെ കരയ്ക്ക് ഞാൻ നട്ടുവെച്ചിട്ടുണ്ട്. തീക്കൽ പാറയ്ക്കകത്ത് വെള്ളമുണ്ടെന്ന് ജനത്തിനറിയത്തില്ല, പക്ഷേ ജനത്തിന്റെ ദാഹം മനസ്സിലാക്കി ദൈവം മുന്നമേ തീക്കൽ പാറയ്ക്കകത്ത് ദൈവം വെള്ളം കരുതി വെച്ചിട്ടുണ്ട്. നിന്റെ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ്, നിന്റെ ജീവിതത്തിൽ നീ വേദനയുടെ സാഹചര്യം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ദൈവം അതിനുള്ള പരിഹാരവും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പരീക്ഷയോടുകൂടെ തന്നെ പോക്കുവഴി അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പരീക്ഷയോടുകൂടെ തന്നെ പോക്കുവഴി ദൈവം തിരിക്കുക ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ പോക്കുവഴി ഇല്ലാത്തൊരു വിഷയം നിന്റെ ജീവിതത്തിലില്ല. പരിഹാരമില്ലാത്തൊരു വിഷയം നിന്റെ ജീവിതത്തിലില്ല. ഇന്ന് 1000 വിഷയം നീ അക്കമിട്ട് പറഞ്ഞാലും 1000 വിഷയത്തെ നോക്കിയിട്ട് ഞാൻ പറയും, എന്റെ ദൈവം വിശ്വസ്തന, ഇതിനകത്തെല്ലാം പരിഹാരമുണ്ട്. ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് പറയുന്നത്. പരിഹാരമില്ലാത്ത ഒരു വിഷയവും അവൻ ഇല്ല. നിനക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല, പക്ഷേ നീ സേവിക്കുന്ന ദൈവത്തിന് പരിഹരിക്കാൻ പറ്റും. നിനക്കതിനെ പരിഹരിച്ച് അവൻ നിയന്ത്രിക്കാൻ പറ്റത്തില്ല, പക്ഷേ ദൈവത്തിന് പരിഹരിക്കാനും നിയന്ത്രിക്കാനും കഴിയും. വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിച്ചിട്ട് അവസാനം വൈദ്യശാസ്ത്രവും കൈവിട്ട് കളയുമ്പോൾ ഡോക്ടർമാർ പറയും, സകല പ്രതീക്ഷയും അവസാനിച്ചു, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്താ അത് പറയുന്നത്? അവർക്കറിയാം ഇതുകൊണ്ടൊന്നും നടക്കത്തില്ല, പക്ഷെ ഇനി തമ്പുരാനെ കൊണ്ടേ വല്ല നടക്കത്തുള്ളൂ, ദൈവത്തെ കൊണ്ടേ വല്ല നടക്കത്തുള്ളൂ. അവർ പോലും പറയുന്നു, ജാതീയരായിട്ടുള്ളവരും വിശ്വാസികളായിട്ടുള്ളവരും വൈദ്യശാസ്ത്രത്തിന്റെ കീഴിൽ നിൽക്കുന്നവർ പറയുന്നു, എല്ലാം ഞങ്ങളുടെ പരിശ്രമം അവസാനിച്ചു, നടക്കത്തില്ല. എത്രയോ പേര് മരണത്തിന്റെ പടിവാതിക്കൽ നിന്ന് ജീവനിലേക്ക് അവർ എന്ത് ചെയ്തിരിക്കുന്നു? നടന്നു കയറിയിരിക്കുന്നു. എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കടഭാരമുള്ളവരുടെ കടഭാരത്തെ ദൈവം പരിഹരിച്ച് അവരെ കടം കൊടുക്കുന്നവരാക്കി മാറ്റിയിരിക്കുന്നു. എത്ര രോഗത്തെ സൗഖ്യമാക്കിയിരിക്കുന്നു, എത്ര വ്യക്തികളെ ദൈവം വിടുവിച്ചിരിക്കുന്നു. നമ്മൾ പറയോ, അവന്റെ സ്വഭാവത്തിന്, അല്ല എന്റെ ഭർത്താവിന്റെ സ്വഭാവത്തിന്, ഭാര്യയുടെ സ്വഭാവത്തിന്, മക്കളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. നീ അങ്ങനെ ചിന്തിക്കാതെ ഇന്നൊന്ന് മാറ്റി ചിന്തിക്ക്. ദൈവത്തിന് മാറ്റാത്തതൊന്നുമില്ല, ദൈവത്തിന് പരിഹരിക്കാൻ പറ്റാത്തതൊന്നുമില്ല. ഇവിടെ കടഭാരമുള്ളവർ എന്ത് ചെയ്തു? പ്രവാചകന്റെ അടുക്കൽ ഓടി വന്നതാ. പക്ഷേ കടം വീട്ടുക മാത്രമല്ല, എണ്ണ വിറ്റ് ഉപജീവനത്തിനുള്ള വഴിയും ദൈവം തുറന്നു കൊടുത്തു. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇന്ന് വരെ നീ കടം മേടിച്ചു, പക്ഷെ ഇനി കടം മേടിക്കുന്നവനാകരുത്. നിന്റെ ഉപജീവനത്തിന് വേണ്ടിയുള്ള വഴിയെ ഞാൻ തുറക്കുക. കടം മേടിച്ച കടം വീട്ടിയത്, പക്ഷേ ആ കടം വീട്ടിയത് മുഖാന്തരം നിന്റെ ഉപജീവനത്തിനുള്ള മാർഗം കൂടി എന്റെ ദൈവം തുറക്കാൻ പോകുകയാണെന്ന്. നീ കടക്കാരനായി എന്നും കിടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എന്നെ സേവിച്ച എന്റെ ദാസന്റെ വീടിനകത്ത് അവൻ കടഭാരം വാഴാനല്ല, ആ കടഭാരത്തെ മാറ്റി അവിടെ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ അങ്ങനെ ചെയ്തത്. ഇനി എന്ത്? എണ്ണ വിറ്റ് കടം വീട്ടുക മാത്രമല്ല, ഉപജീവനത്തിനുള്ള വഴിയെ ദൈവം തുറന്നു. ഒരുപക്ഷെ നീ പേടിക്കുന്നുണ്ടാകാം, കടം മാറിയാൽ ഉപജീവന മാർഗം നഷ്ടപ്പെടുമോ, വീട് നഷ്ടപ്പെടുമോ, വാഹനം നഷ്ടപ്പെടുമോ, എൻ്റെ കയ്യിലുള്ള കരുതി വെച്ചതെല്ലാം നഷ്ടപ്പെടുമോ?
ഇല്ല. ദൈവം പരിഹരിച്ചാൽ അതിനകത്ത് നിനക്ക് ഉപജീവനത്തുള്ള മാർഗവും ദൈവം തുറക്കുക. അവൻ വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തൻ. പരീക്ഷയോടുകൂടെ തന്നെ പോക്കുവഴി അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവം. ആ വിശ്വസ്തനായ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്വർഗപിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുന്നപ്പോൾ നിന്റെ സാന്നിധ്യം, കൃപയെല്ലാം ഞങ്ങളോട് കൂടിയിരിക്കണം. ഈ ജനത്തെ ദൈവത്തോടൊന്ന് അനുഗ്രഹിക്കണം. കർത്താവ്, ഇവരുടെ മുമ്പിൽ ഇപ്പോൾ ഇവർ കാണുന്ന ഇവരുടെ വിഷയത്തെ, ഇവരുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഇവരുടെ വിഷയത്തെ, അതിനെ നോക്കിയിട്ട് അവർ തന്നെ ഇന്ന് പകൽ ആമേൻ ആമേൻ അവരുടെ നാവുകൾ കൊണ്ട് തന്നെ അവർ പറയട്ടെ, ഈ പ്രശ്നമേ ആമേൻ, ഈ പ്രശ്നമേ എനിക്ക് പ്രശ്നമല്ല വലുത്, എനിക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട്, അവനായി എനിക്ക് വലുത്. ആമേൻ, നീ ഒന്നുമല്ല, ഈ പ്രശ്നം ഒന്നുമല്ല, ഈ വിഷയം ഒന്നുമല്ല, ഈ കടഭാരം ഒന്നുമല്ല, ഈ മാറയൊന്നുമല്ല, മധുരമാക്കുന്ന ഒരു വൃക്ഷം ഇവിടെ ഉണ്ട്, അതാ എനിക്ക് വേണ്ടത്. ഇന്ന് പ്രശ്നത്തെ കണ്ട് നീ നിലവിളിക്കാനല്ല, കരയാനല്ല, പരിഹാരം നിന്റെ അടുത്തുണ്ട്. പരിഹരിക്കാൻ കഴിയുന്നവൻ നിന്റെ കൂടെയുണ്ട്. ആ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച്, സ്വർഗപിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നപ്പാ, നിന്റെ കൃപയും സാന്നിധ്യമെല്ലാം ഞങ്ങളോട് കൂടിയിരിക്കണം. വലിയ ദൈവപ്രവൃത്തി ജനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. ഇവരുടെ കടഭാരങ്ങൾ മാറിയതിനായി സ്തോത്രം. രോഗങ്ങൾ സൗഖ്യമായതിനായി സ്തോത്രം. മാറ്റം വരാത്ത മേഖലകൾക്കകത്തെല്ലാം മാറ്റം ദൈവം കൽപ്പിച്ചാക്കിയതിനായി സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ ആമേൻ. കർത്താവ്, നമ്മുടെ പ്രാർത്ഥനയുടെ സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ശക്തിയും സഹവാസവും ഇന്ന് മുതലേക്കും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിൻ്റെ മേലും ഭൂമിലെമ്പാടുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇന്നും എന്നേക്കും മധ്യാകാശ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, സമാധാനത്തോടെ കടന്നു പോകാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. ഓക്കെ, ശനി, വെള്ളി, ശനി, ഞായർ നമ്മുടെ 3 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ ആണ്. അതുകൊണ്ട് കടന്നു വരിക. വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ഇവിടുത്തെ ചർച്ചുകാരും ഉണ്ടാകും. അവരുമായി ജോയിൻ ആയിട്ടായിരിക്കും വെള്ളിയാഴ്ച ദിവസം ഇവിടെ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്നത്. ശനി നമ്മൾ നമ്മുടെ ചർച്ചായിട്ടുണ്ടാകും. ഞായറാഴ്ച സഭായോഗത്തിന് നേരത്തെ നിങ്ങൾ കടന്നു വരിക. ദൈവം നിങ്ങളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.